ലഭിക്കട്ടെ. ശക്തിയാൽ നടക്കും, ബലത്താൽ നടക്കും. പിശാചിന് ഇനി അവകാശമില്ല, നിന്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശമില്ല. ദൈവം ഇന്നത്തെ രാത്രിയിൽ നിന്നെ തൊട്ടിട്ടുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് തൊട്ട് നടത്താൻ പോവുക.
യേശുവിന്റെ നാമം എന്ത് തളർച്ചയുണ്ടോ ആ ശക്തി ഈ കാലേന്ന് മാറാൻ പോവുക. ദൈവദാസി, നീ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് ഹല്ലേലൂയ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിയാ മതി. നിന്റെ കാലിലുള്ള വേദനയെ ദൈവം മാറ്റി. നിന്നെ നടപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന പിശാചിന്റെ ശക്തികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ വിശ്വാസത്തോടെ ദൈവം നിനക്ക് സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ. പിടിച്ചോ എന്നെ കൈ. ശക്തി പകരട്ടെ കർത്താവ്, ശക്തി പകരട്ടെ കർത്താവ്. ഇന്നത്തെ രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ ദാസിക്ക് വേണ്ടി ഒരു സൗഖ്യം. ഹല്ലേലൂയ. കം ഓൺ സിസ്റ്റർ, നമുക്കൊന്ന് നടന്നു നോക്കാം. ഇത് യേശുവിന്റെ നാമത്തിൽ ശക്തമായി എല്ലാ വേദനകൾ മാറട്ടെ, എല്ലാ രോഗങ്ങൾ മാറട്ടെ. നിന്നെ ഇനി വീഴ്ത്താൻ പറ്റത്തില്ല. അതെല്ലാം മാറ്റി ദൈവം നിന്നെ സൗഖ്യം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, 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 പൂർണ്ണ സൗഖ്യം. സത്യത്തിന്റെ മുകളിൽ നസ്രേൻ ഇപ്പോൾ, ഇപ്പോൾ, ഇപ്പോൾ യേശു നിനക്ക് സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ. നിന്റെ വിഷയത്തിന് മുകളിൽ ഒരു മാറ്റം തരട്ടെ. മറുപടികളാ ഇന്ന് ഇവിടെ നടന്നത്. 4 ചുറ്റും ഒരു സ്വർഗദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില കാണാത്ത അദൃശ്യ ചില അത്ഭുതങ്ങളെ ദൈവം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. കൈ പിടിച്ചൊന്ന് വിശ്വസിച്ച് ജോലികൾ കിട്ടിയനായും വിസ റിലീസ് ആയനായും ഹല്ലേലൂയ ശുശ്രൂഷകൾ റിലീസ് ആയനാലും ഒന്ന് കൈ പിടിച്ചൊന്ന് റിസീവ് ചെയ്തേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലോടും ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനോടും എല്ലാവരോടും just want to greet all of you, especially Pastor Lordson. Such an honor to have you with us and always a joy to share the stage with you. Such a joy. Amen. മലയാളത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് രാവിലെ പ്രസംഗിച്ചു. ഇറ്റ് വാസ് സച്ച് എ ഗുഡ് ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാം ഒരുമിച്ച് ആത്മാവിലാണെങ്കിൽ ലാംഗ്വേജ് നമുക്കൊരു വിഷയമായി തീരത്തില്ല. ദൈവം നമ്മളോട് ശക്തമായി സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലായിരുന്ന ഇന്ന് നിങ്ങൾ ഇവിടുന്ന് എംറ്റി പോകത്തില്ല. ദൈവ സാന്നിധ്യം പ്രാപിച്ചു തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദൈവ സാന്നിധ്യത്തെ പറ്റി ഞങ്ങൾ പഠിച്ചു. ഇന്ന് രാവിലെയും ദൈവ സാന്നിധ്യത്തെ പറ്റി ഞങ്ങൾ പഠിച്ചു. ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്ന മുമ്പേ ഒരു പ്രാവശ്യമുള്ളൂ, ദൈവ സാന്നിധ്യം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. അതോടും ഒന്ന് പഠിച്ച് നമ്മൾ ഇവിടുന്ന് പോകാൻ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ റോമൻസ് 8:31, റോമർ 8:31. ആരെങ്കിലും ഒരാൾ മൈക്കിൽ ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ റോമൻസ് ചാപ്റ്റർ 8 verse number 31. റോമൻസ് 8 verse number 31. रोमी 8:31. Romans 8:31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രതികൂലത്തെ ഹല്ലേലൂയ അതിന്റെ ശക്തിയെ ദൈവം മാറ്റാൻ പോവുക. ദൈവം ഇവിടെ ഉണ്ടോണ്ട് പ്രതികൂലത്തിന്റെ ശക്തി ഹല്ലേലൂയ അതിന്ന് ഇവിടെ ചലിക്കത്തില്ല. അതിന് ഈ രോഗത്തിന്റെ ആയാലും അത് ഏത് വിഷയത്തിന്റെ ആയാലും ഇന്ന് അതിന് ശക്തിയില്ല. വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് ആ ശക്തി ഇവിടെ നിൽക്കത്തില്ല. ആ ശക്തിക്ക് ഒരു അധികാരം ദൈവം ഇന്ന് കൊടുക്കത്തില്ല. ആമേൻ. പൗലോസ് ഇത് എഴുതുമ്പോൾ ഈ എഴുതുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. പൗലോസ് എന്തോ കണ്ടിട്ടാ ഇതിനെ എന്തോ ചെയ്യുന്നത്, എഴുതുന്നത്. ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ദൈവം നമുക്ക് ഇന്ന് ചെയ്തതിനെ ഓർത്തല്ല നമ്മൾ ആരാധിക്കുന്നത്.
ദൈവം നമുക്ക് പലത് ചെയ്തിട്ടുണ്ട്, അതോർത്താണ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. വാട്ട് ഗോഡ് ഹാസ് ഡൺ, ദൈവം എന്ത് നമുക്ക് ചെയ്തോ അത് നമ്മുടെ ആരാധനയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഹല്ലേലൂയ, നമുക്കത് ദൈവത്തെ പ്രകടിപ്പിക്കാൻ പറ്റും. ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്നു, പിശാചിന് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. പിശാചിന് നിങ്ങളെ ഒന്നും ഇഷ്ടമല്ല. He hates you. He hates me. He hates every pastor here. ഹല്ലേലൂയ. അതോടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിശാചിന് നമ്മളെ ഒട്ടും ഇഷ്ടമല്ല. ആരെങ്കിലും ആരോടെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ പിശാചിന് നിന്നെ ഇഷ്ടമല്ല. ആരും പറയുന്നില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് പറ പിശാചിന് നിന്നെ ഇഷ്ടമല്ല. ഹല്ലേലൂയ. The devil doesn't like you. നിങ്ങൾക്കറിയാം ഡെവിലിന് നമ്മളെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം എന്ത്? Why the devil doesn't like us? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പിശാചി നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളാണ് കൊണ്ടുവരുന്നത്. അവന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് പലപ്പോഴും നമ്മളെ പറ്റി നിന്ന വാക്കുകൾ കൊണ്ടുവരും, ചിലപ്പം കടഭാരങ്ങൾ കൊണ്ടുവരും, ചിലപ്പം രോഗങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഈ മൊത്തം ദിവസവും നമ്മൾ എന്തുവാ ഇതിനകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. ചിലപ്പോൾ ഈ പ്രശ്നം, ചിലപ്പം ആ പ്രശ്നം, ചിലപ്പം ഇവിടെ ഒരു പ്രശ്നം, ചിലപ്പം കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം, ചിലപ്പം ഭർത്താവിനൊരു പ്രശ്നം, ചിലപ്പം ഭാര്യയ്ക്കൊരു പ്രശ്നം, ചിലപ്പം സഭയിലൊരു പ്രശ്നം. എല്ലാം പ്രശ്നങ്ങളാ. നീതിമാൻ ഒന്ന് മാറി പ്രശ്നങ്ങളാ. അവനങ്ങ് സന്തോഷിക്കും, ഇവനെ ഞാൻ പ്രശ്നത്തിൽ ഇട്ടല്ലോ. ഭയങ്കര സന്തോഷം. നമ്മൾ കരയുമ്പോൾ ഇവനൊക്കെ സന്തോഷമാണ്, ഇവനെ ഞാൻ പ്രശ്നത്തിൽ ഇട്ടല്ലോ. വീട് കത്തിയപ്പോൾ ഇവനെ ഞാൻ പ്രശ്നത്തിൽ ഇട്ടല്ലോ, അല്ലെ? ആമേൻ. അവിടെ തീ കത്തിയപ്പോൾ ഇവൻ എന്റെ പ്രശ്നത്തില. ചില കടഭാരം, ഇവൻ പ്രശ്നത്തില. സഭയിൽ ഒരു പ്രശ്നം വന്നു, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇവയോ സഭ ഒരു പ്രശ്നത്തില. സഭയിൽ ഒരു രണ്ടുപേരെ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ആമേൻ, സഭയിൽ ഒരു പ്രശ്നം കൊണ്ടുവന്നു, അടി കൊണ്ടുവന്നു, വിഷയം കൊണ്ടുവന്നു. ഇവനൊക്കെ സന്തോഷമാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവനങ്ങ് സന്തോഷമാണ്. ആരാ? ഈ ദുഷ്ടപിശാചിന് സന്തോഷമാണ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു 4-5 ദിവസം നിന്നെ കുലുക്കി നിന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇവൻ ബാക്കിയുള്ളവരോട് പറയാൻ പോകാം, ഇവൻ ഇനി ഒന്നും ചെയ്യത്തില്ല, ഇവനെ നമ്മൾ പ്രശ്നത്തിൽ ഇട്ടു. ഹല്ലേലൂയ. എന്നാൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ, ഹല്ലേലൂയ, എവിടെയോ നീ കേൾക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഇത്രയെല്ലാം സഹിച്ച ജനം, ഹല്ലേലൂയ, വീട്ടിൽ കുത്തിയിരുന്ന് കരയാതെ ഇവൻ ചെയ്യാൻ പോകുന്ന എന്തുവാണെന്നറിയാവോ? ഇവൻ ഉപവാസ പ്രാർത്ഥനയിൽ പിന്നെ പോവുക. ഹല്ലേലൂയ. ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും, ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനും അവൻ അങ്ങോട്ട് പോവുക. പിശാചിന് ന്യൂസ് കിട്ടി, ഹല്ലേലൂയ, ഇത്രയും പ്രശ്നം കൊണ്ടുവന്നവനാ ഇപ്പോഴും അവൻ. അവൻ പൊളിയുമെന്ന് അറിഞ്ഞാൽ അവന് പിടിക്കത്തില്ല. നീ തിന്മയ്ക്ക് കൊണ്ടുവന്നത് പിശാചേ ഇന്നത് നന്മയ്ക്കായി തീരാൻ പോവുക. ഞാൻ വിചാരിച്ചു ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് താഴെ ഇറങ്ങാമെന്ന വിചാരിച്ചു. ഇങ്ങനെ തണുത്തിരിക്കാനല്ല ദൈവസഭ ഇങ്ങോട്ട് വിളിച്ചത്. ദൈവമക്കളെ, നിന്നെ അങ്ങ് തളർത്താമെന്ന് അവൻ വാദിച്ചപ്പോൾ അവൻ അറിയത്തില്ല തളർത്താൻ പറ്റത്തില്ല, തളർത്താൻ പറ്റത്തില്ല, തളർത്താൻ പറ്റത്തില്ല, തളർത്താൻ പറ്റത്തില്ല. Thank you, man of God. Thank you, thank you, thank you, thank you, thank you, thank you, thank you. ആ ദൈവദാസനെ ഞങ്ങൾ കണ്ടു. അത് പാസ്റ്റർ ലോർഡ്സ് എന്റെ ഏറ്റവും നല്ല മിത്രന്റെ ഏറ്റവും നല്ല മിത്രനും ഞങ്ങൾക്കൊരു റിലേഷൻ ഉണ്ട്. ഹല്ലേലൂയ.
പാസ്റ്ററിന് ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു. ഈ ആക്സിഡന്റ് നടന്നപ്പോൾ ഞാൻ അറിഞ്ഞു പല ദിവസം ദേവദാസൻ ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ വിചാരിച്ചത് പാസ്റ്റർ കുറച്ച് സമയമെല്ലാം എടുക്കും ഒന്ന് ശുശ്രൂഷയെല്ലാം ചെയ്യാൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു മീറ്റിംഗിൽ എന്നെ വിളിച്ചു. കേരളത്തിൽ തന്നെയാണ്. ഞാൻ തെറ്റല്ലെങ്കിൽ പാസ്റ്റർ സാമിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ മീറ്റിംഗിൽ ഞാൻ പാസ്റ്ററിനെ കണ്ടപ്പോൾ പാസ്റ്റർ കാല് വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഈ ഭയങ്കര ഡാൻസ് ചെയ്യുന്ന മനുഷ്യനും നല്ലപോലെ ചാടിയെല്ലാം ആരാധിക്കുന്ന മനുഷ്യൻ, ഇവനെ ഇതെങ്ങനാ ഈ ദൈവം. ഞാൻ അവിടെ ചെന്നപ്പോ ഉണ്ട്, ഹല്ലേലൂയ, ഒരു കാല് പോയി കിടക്കുക, മറ്റേ കാലുണ്ട്. ഒരു കാൽ പോയെങ്കിലും മറ്റേ കാൽ ബാക്കിയുണ്ട്. മറ്റേ കാലുണ്ട്, ഒരു കാലുണ്ട്. ആരാധിക്കുന്ന ഒരു ദൈവദാസനെ കണ്ടു. അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. എളുപ്പം ആരാധിച്ചു പോവുക. അന്ന് രാത്രി തന്നെ ഇറങ്ങണം. ദൈവമക്കളെ, ഇനി ഒന്നുണ്ടെങ്കിൽ ഒന്ന് മതി. ഹല്ലേലൂയ, ഒരു കാലുണ്ടെങ്കിൽ ഒരു മതി, ഒരു കൈ ഉണ്ടെങ്കിൽ ഒരു കൈ മതി. ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ, നിനക്ക് എന്തോ ബാക്കിയുണ്ടോ അത് വെച്ച് നീ ആരാധിക്കണം. നിനക്ക് വായിന്റെ കുറച്ച് ശബ്ദങ്ങൾ അറിയത്തുള്ളൂ, നീ അത് വെച്ച് ദൈവത്തെ ആരാധിക്കണം. കൈകൊട്ടാനെ അറിയത്തുള്ളൂ, കൈകൊട്ടി നീ ആരാധിക്കണം. പിശാചേ, നീ ട്രൈ ചെയ്തോ, എത്രത്തോളം വേണമെങ്കിലും ട്രൈ ചെയ്തോ, എന്റെ ആരാധനയെ നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്റെ ആരാധന നിനക്ക് ആരേലും ഒന്ന് പറ, എന്റെ ആരാധന നിനക്ക് ഇതാ പിശാചിന് നിന്നെ ഇഷ്ടമല്ലാത്തത്. ഒക്കുന്ന എല്ലാം ചെയ്തിട്ടും 7-ാം ദിവസം തല പൊക്കി നീ ചർച്ച വരും. എല്ലാം നടന്നിട്ടുവേ അവനങ്ങ് വിചാരിച്ചേ ഡിസംബർ 23-ാം തീയതി നിന്റെ വീടിനെ അങ്ങ് കത്തിച്ചാൽ വെൺമണി ക്രൂസേഡ് നടക്കത്തില്ല. എന്നാൽ നീ കണ്ടില്ലേ, അങ്ങ് വരെ ജനം ഇതൊന്നും നിർത്തത്തില്ല, ഇതൊന്നും നിർത്തത്തില്ല. ഒന്നും നിന്റെ ആരാധന നിർത്താൻ പോകുന്നില്ല. ഇന്നത്തെ രാത്രിയിൽ വലിയ വചനമൊന്നും വേണ്ട. ദൈവമക്കളെ, നിന്റെ ആരാധന മാറ്റാനാ ദൈവം ഇന്ന് വന്നത്. നിന്റെ സ്തുതി മാറ്റാനാ ദൈവം ഇന്ന് വന്നത്. ഓ, നിന്റെ ആരാധന ലെവലിനെ മാറ്റാനാ ദൈവം വന്നത്. Yes. Yes. ഇന്നോട് പൊട്ടാനുള്ളതെല്ലാം, ഇന്നോട് മാറാനുള്ളതെല്ലാം. ഹല്ലേലൂയ. കാല് വയ്യായെങ്കിൽ ദൈവമക്കളെ തുള്ളിച്ചാടി ആരാധിക്ക്. അതിനുള്ളിൽ നിന്റെ രോഗത്തെ ദൈവം മാറ്റും. സത്യമാ, സത്യമാ. ഈ കേരളത്തിൽ പ്രാസംഗ്യന്മാർക്കും വല്ല കുറവൊന്നുമില്ല. ഏറ്റവും നല്ലപോലെ പ്രസംഗിക്കുന്ന ആൾക്കാരെല്ലാം കേരളത്തിലാണ്. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം അങ്ങ് നോർത്ത് ഇന്ത്യയിൽ എന്നെ കൊണ്ടുവന്നത് എന്തോ ദൈവത്തിന് ഇവിടെ ചെയ്യാനുണ്ട്. എന്തോ ദൈവത്തിന് ഇവിടെ ചെയ്യാനുണ്ട്. എന്തോ ദൈവത്തിന് കൊലുക്കാനുണ്ട്. എന്തോ ദൈവത്തിന് മാറ്റാനുണ്ട്. ചില ഉറക്കങ്ങൾ ഇന്നോട് മാറാൻ പോവുക. ഹല്ലേലൂയ. ചില വീട്ടുകളിലുള്ള മുഴക്കങ്ങളെ ദൈവം മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ഇവിടെ ആരാധിക്കുമ്പോൾ ചിലതെല്ലാം നടക്കാൻ പോവുക. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ചിലതെല്ലാം നടക്കാൻ പോവുക. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ചിലതെല്ലാം നടക്കാൻ പോവുക. ഹല്ലേലൂയ. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ചിലതെല്ലാം ദൈവം മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഹലോ, വിശ്വസിക്കുന്നുണ്ടോ? ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ? അങ്ങ് പത്രോസിനെ ജയിലിൽ ഇട്ടപ്പോൾ സഭയിരുന്ന് മിണ്ടാതിരുന്നില്ല. സഭ പറഞ്ഞു, ഒരു മുറിക്കകത്ത് കയറി തിങ്ങി 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 ജനമിരുന്ന് രാത്രിയിൽ എന്തോ ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? ആരാധന, ആരാധന, ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആരാധിക്കാൻ തുടങ്ങി. യാക്കോബിനെ വിട്ടുകൊടുത്ത കൂട്ടല്ല, പത്രോസിന് വേണ്ടി ജനം തിങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാക്കോബ് മരിച്ചപ്പോൾ സഭ പ്രാർത്ഥിച്ചില്ല. യാക്കോബ് മാറിയപ്പോൾ സഭ പ്രാർത്ഥിച്ചില്ല. എന്നാൽ പത്രോസിനെ കൈവച്ചപ്പോൾ ഒന്ന് സഭയ്ക്ക് മനസ്സിലായി, പ്രാർത്ഥനയല്ലാതെ വേറെ വഴിയില്ല. ഒരു മുറിക്കാതിരുന്നവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. നീ വെൺമണിയിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ എവിടെല്ലാം പൊട്ടാറുണ്ടോ അതെല്ലാം അവിടെ അവൻ എന്നെ ക്രിസ്തു പൊട്ടിക്കും. ക്രിസ്തു പൊട്ടിക്കും.
യെസ്, അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുന്നവർ ആരാധിച്ച് നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് പലതും നടക്കാൻ പോവുക. Glory, 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 glory. ദൈവമക്കളെ, നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ കൈയുണ്ട്? അങ്ങനല്ലായിരുന്നു ചോദിക്കണ്ടേ. നിങ്ങൾക്ക് എത്ര പേര് കൈയുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് കൈയുണ്ട്? നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ മലയാളത്തിൽ 2 വർഷം കഴിഞ്ഞാ പ്രസംഗിക്കുന്നത്. സാം പാസ്റ്ററിന് ഓർമ്മയുണ്ടെങ്കിൽ 2 years കഴിഞ്ഞ്. ഹല്ലേലൂയ. പക്ഷെ എന്തോ സത്യം പറഞ്ഞാൽ ആത്മാവ് ബലം തന്നുകൊണ്ടിരിക്കുക. താങ്ക് യു അച്ചാ ഫോർ ജസ്റ്റ് കമ്മിങ് ടുഡേ, ഫോർ ഹെൽപ്പിംഗ് മീ. എത്ര പേർക്ക് കൈയുണ്ട്? നിങ്ങളുടെ കയ്യിൽ കൈയുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? യെസ് ഓ നോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമയമില്ല. എന്നോട് കറക്റ്റ് 9:15 തീർക്കാനാ പറഞ്ഞേക്കുന്നത്. സമയമില്ല, ഒട്ടും സമയമില്ല. വാച്ചും എന്റെ നിന്നുപോയി. ഹല്ലേലൂയ. എത്ര പേർക്ക് കൈയുണ്ട്? കൈയുണ്ട്, കൈയുണ്ട്, കൈയുണ്ട്. വണ്ടർഫുൾ. ഒരു കാര്യം പഠിപ്പിച്ചോട്ടെ. നിങ്ങൾ വെൺമണി ക്രൂസേഡിൽ വന്നതിന്റെ പുറകിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോകും. റെഡിയാണോ? നിങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി? വണ്ടർഫുൾ, വണ്ടർഫുൾ. നിങ്ങൾക്കൊന്ന് നിൽക്കാൻ പറ്റൂ? നിൽക്കാൻ പറ്റൂ? ഒന്ന് നിൽക്കാൻ പറ്റൂ? ഓക്കെ, നിങ്ങളുടെ കൈകളെ ഒന്ന് എടുത്തേ. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്? എത്ര പേര് ആരാധിക്കാറുണ്ട്? കറക്റ്റ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇനി കണ്ടോണം. ഇന്നൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾ എവിടെ ഇപ്പം പ്രാർത്ഥിക്കുന്നത്? ആരാധിക്കുന്നത് എവിടാ? നിങ്ങൾ എവിടെ ഇപ്പൊ ആരാധിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, വെൺമണി എന്നൊന്ന് പറഞ്ഞേ. എവിടാ നിങ്ങൾ ആരാധിക്കുന്നത്? വെൺമണി. വെൺമണിയിലല്ലേ? അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നത് ഇവിടെ. എവിടാ? എവിടെ? എവിടാ നിങ്ങൾ ആരാധിക്കുന്നത്? ഇവിടെ. ഒന്ന് മുറുക്ക പറഞ്ഞേ, ഇവിടെ. എവിടാ നിങ്ങൾ ആരാധിക്കുന്നത്? ഇവിടെ. കൈ ഇങ്ങനെ കൊണ്ടുപോവാ. എവിടാ നിങ്ങൾ ആരാധിക്കുന്നത്? ഇവിടെ. വണ്ടർഫുൾ. 2 കുഞ്ഞുങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവരും ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ആരാധിക്കുന്നത്? വണ്ടർഫുൾ. ദൈവം എവിടെ ഈ ആരാധന കേൾക്കുന്നത്? അവിടെ, 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 അവിടെ. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്ന ആ ലോർഡ് ഹു ആർട്ട് ഇൻ ഹെവൻ. പ്രാർത്ഥന ഉണ്ടല്ലോ, ദൈവ പ്രാർത്ഥന ഇങ്ങനെ, ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യെസ്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ ദൈവം എവിടാ? സ്വർഗ്ഗത്തിലാണ്. ക്ലിയർ ആണേ? ഒരു പ്രാവശ്യം ചെയ്യാം. നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കുന്നത്? ദൈവം എവിടാ കേൾക്കുന്നത്? വണ്ടർഫുൾ. നിങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ഇനി എനിക്ക് വലിയ ദൂതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലായ ഇന്നത്തെ മീറ്റിംഗ് ക്ലോസ് ചെയ്ത് നമുക്ക് പോവാം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ. ദൈവം എവിടെ കേൾക്കുക? അവിടെ. അപ്പൊ മറുപടി എവിടെ വരാൻ പോവാ? ഇവിടെ. സൂപ്പർ ആൾക്കാരാ, സൂപ്പർ ആൾക്കാർ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുമോ? ഒരു പ്രാവശ്യം. നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ. ദൈവം എവിടെ കേട്ടു? അവിടെ. അപ്പൊ ഉത്തരം എവിടെ വരാൻ പോവാ? ഇവിടെ. ഇതാ പ്രാർത്ഥനയെ പറ്റി എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. ഇതാ പ്രാർത്ഥനയെ പറ്റി എല്ലാരും വിചാരിച്ചിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചു, ഇവിടെ ദൈവം കേട്ടു, അവിടെ മറുപടി എവിടെ വരാൻ പോവാ? ഇവിടെ. നിങ്ങൾ പഠിച്ചതിന്റെ ഇച്ചിരി ഒരു ഭാഗം ഒന്ന് മാറ്റി നിങ്ങളൊന്ന് പഠിപ്പിക്കാനാണ്. ദേഷ്യപ്പെടല്, സന്തോഷത്തിൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് ഇവിടെ ഉണ്ട്. അപ്പം ഉണ്ടല്ലോ, നീ പ്രാർത്ഥിച്ചു ഇവിടെ, ദൈവം കേട്ടു അവിടെ. പക്ഷെ ഉത്തരം എവിടെ വരുന്നറിയോ? നീ അറിയാത്ത ചില സ്ഥലത്തിലാണ് ദൈവം എന്തോ ചെയ്യാൻ പോകുന്നറിയാം? ഉത്തരത്തെ റെഡിയാക്കാൻ പോകുന്നത്. നീ ഇന്ന് പ്രാർത്ഥിച്ചത് വെൺമണിയില, ദൈവം ആരാധന കേട്ടത് സ്വർഗത്തില. പക്ഷെ നീ അറിയാത്ത ചില സ്ഥലത്തിൽ ദൈവം ചലനങ്ങളെ തുടങ്ങിയിട്ടുണ്ട്. നീ അറിയാത്ത ചില സ്ഥലത്തിൽ ദൈവം മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നീ അറിയാത്ത ചില സ്ഥലത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോകം സഭ പ്രാർത്ഥിച്ചത് ആ സ്ത്രീയുടെ വീട്ടിലാ, ദൈവം കേട്ടത് സ്വർഗത്തിലാ. പക്ഷെ മറുപടി എവിടെ വന്നതറിയോ? പത്രോസ് കിടക്കുന്ന കാരാഗ്രഹത്തിലാ മറുപടി വന്നത്. നീ പ്രാർത്ഥിക്കുന്നത് ഇവിടെ, ദൈവം കേൾക്കുന്നതാണ്. പ്രവർത്തിക്കുന്നത് വേറെ എവിടെയോ. ഇന്ന് രാത്രിയിൽ നീ അറിയാത്ത സ്ഥാനത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. നിനക്ക് കാലുകുത്താൻ പറ്റാത്ത സ്ഥാനത്തിൽ ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ദൈവം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചില ദൂതന്മാരെ ദൈവം നിനക്ക് ഇറക്കിയിട്ടുണ്ട്. ദൈവമക്കളെ, നീ ചിന്തിക്കാത്ത ലെവലിലാണ് ഇറക്കിയേക്കുന്നത്.
എവിടെയോ ദൈവം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എവിടെയോ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. എവിടെയോ ഒരു വഴി തുറന്നുകൊണ്ടിരിക്കുക. എവിടെയോ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. എവിടെയോ നിന്റെ കുടുംബത്തിന് വേണ്ടി വഴി തുറന്നുകൊണ്ടിരിക്കുക. ഏതോ രാജ്യത്തിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുക. ഏതോ വീട്ടിൽ ദൈവം വഴി തുറക്കുക. ഏതോ വീട്ടിൽ ഒരു വിടുതൽ വന്നുകൊണ്ടിരിക്കുക. നിന്റെ ആരാധനയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. അതാ പിശാച് നിർത്താൻ നോക്കുന്നത്. അതാ പിശാച് പറയുന്നത് ആരാധിക്കണ്ട, ആരാധിക്കണ്ട, ആരാധിക്കണ്ട. ഇന്ന് പറയണം ഞാൻ ആരാധിക്കും. ഞാൻ ഇവിടെ ആരാധിച്ചാൽ അവൻ അവിടെ സ്വീകരിച്ചാൽ എവിടെയോ ദൈവം പലതും ചെയ്യാൻ പോവുക. ദൈവമക്കളെ, ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞു. പക്ഷെ ഒന്ന് എനിക്കറിയാം, ചിലവരുടെ കണ്ണുനീരും ചിലരുടെ ആരാധനയും കാണുമ്പോൾ അറിയാം ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും വന്ന് നിന്റെ കുടുംബത്തെ പറ്റിയോ നിന്റെ വിഷയത്തെ പറ്റിയോ ചോദിച്ചാൽ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, ദൈവം എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ചുമ്മാതിരിക്കുന്ന കർത്താവല്ല, അവൻ ഉറങ്ങുന്ന ദൈവമല്ല, അവൻ കൂർക്കം വലിക്കുന്ന ദൈവമല്ല, അവൻ വർക്ക് ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. നീ ഇന്നിവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ദൈവം ചിലടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ ഇന്നിവിടെ ആരാധിക്കുമ്പോൾ ദൈവം ചിലടത്ത് വഴി തുറന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഉണ്ടോ ഇന്നിവിടെ വിശ്വസിക്കുന്നവര്? ദൈവം ചില വഴികളെ നിനക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുക. That is who God is. ഇതാ ദൈവം സാന്നിധ്യം ഇറങ്ങിയ, അതാ സാന്നിധ്യത്തിന്റെ ശക്തി. സാന്നിധ്യം ഇറങ്ങിയ, ഇത് നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഇറങ്ങേണ്ടത് സാന്നിധ്യമാണ്, ഈ പ്രസൻസ്. ദൈവം ഇതാ പറഞ്ഞത്, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ ഉണ്ട്? എവിടെ? ആര്? എത്ര പേര്? എത്ര പേര്? എത്ര പേര്? എത്ര പേര്? എത്ര പേര്? എത്ര പേര്? ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇറങ്ങേണ്ട ശക്തി ഒന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. 2-3 പേര് ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവിന് ഇറങ്ങാമെങ്കിൽ, ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇറങ്ങുന്ന ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഓ, ഒരു അത്ഭുത ശക്തിയാ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. നസ്രയുടെ ശക്തിയാ ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. നസ്രയുടെ ശക്തി, the power of Jesus. ആരുടെ പവറാ? ആരുടെ പവറാ? ആരുടെ പവറാ? ജീസസ്. യേശുവിനൊരു വലിയ ശക്തിയാണ്. സത്യം പറയുക, യേശുവിന് ശക്തിയുണ്ട്. ഈ സൗത്ത് ഇന്ത്യ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഭയങ്കര വിശ്വാസം. ഹല്ലേലൂയ. യേശു നാസറത്തിൽ പോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ കാരണം എന്ന് അറിയാം? അവിടെ അവിശ്വാസം. യേശു ആരെന്ന് ഇവർക്ക് അറിയത്തില്ല. നാസറത്തിന്റെ ആൾക്കാർക്ക് ആകെ കൂടെ യേശുവിനെ പറ്റി അറിയാവുന്ന എന്തുവെന്നറിയാവോ? അവൻ കാർപെന്ററാ. അവൻ ആരാ? കാർപെന്റർ. Don't get too used to Jesus. അവർ ചിന്തിച്ചിരിക്കുന്ന ഇവൻ വെറും കാർപെന്റർ. പക്ഷെ ഇതേ യേശു കപ്പർനോമിൽ കാലുകുത്തിയപ്പോൾ, ഇതേ യേശു ഗലീലിൽ കാലുകുത്തിയപ്പോൾ, ഇതേ യേശു കാനാവിന്റെ കല്യാണത്തിൽ കാലുകുത്തിയപ്പോൾ, ഇതേ യേശു പ്രൈസ് ദി ലോർഡ് സൈറസിന്റെ വീട്ടിൽ കാലുകുത്തിയപ്പോൾ, ഹല്ലേലൂയ, അവർക്കറിയാം വന്നതാരാ. അവർക്കറിയാം ശക്തനായ യേശുവാ വന്നേക്കുന്നത്. ഇത്രയും വലിയ നിക്കോഡിമസ് എന്തോ പറഞ്ഞെന്നറിയോ? എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. എനിക്ക് യേശുവിനെ ഒന്ന് എന്തോ ചെയ്യണം? കാണണം. കേരളത്തിലെ സഭകൾ തിരിച്ചു മടങ്ങി വരണം. എന്തിനാ? ഹല്ലേലൂയ. അത്ഭുതങ്ങളും ചിഹ്നങ്ങളും നടക്കുന്ന സഭകളായി പിന്നെ തിരിച്ചു മടങ്ങി വരണം. ഹല്ലേലൂയ. 18 miracles ബൈബിളിനകത്തുണ്ട്. 18 miracles. You remove that, Jesus is just another speaker, nothing else. സത്യമാണ്. ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരും കാണും, but I don't care. യേശുവിന് ചെയ്യാൻ പറ്റിയത് വേറെ ആർക്കും പറ്റിയിട്ടില്ല. വേറെ ആരും മരിച്ചവനെ ഉയർത്തിയിട്ടില്ല. വേറെ ആരും സൗഖ്യം കൊടുത്തിട്ടില്ല. വേറെ ആർക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ ഹല്ലേലൂയ, ആമേൻ, ആർക്കേലും ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു മാത്രമേ ഉള്ളൂ.
യേശു മാത്രമേ ഉള്ളൂ. സഭ മടങ്ങി വരണം അതിന്. നിങ്ങളുടെ സഭകൾ മടങ്ങി വരണം അതിന്. അല്ലെങ്കിൽ നിങ്ങളുടെ സഭയുടെ ഉള്ളിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവം ചിലവരെ നിങ്ങളുടെ സഭയുടെ ഉള്ളിൽ വിടും. പത്രോസ് യോഹന്നാന്റെ ശുശ്രൂഷയിൽ അതുണ്ടായിരുന്നു, പൗലോസിന്റെ ശുശ്രൂഷയിൽ അതുണ്ടായിരുന്നു. കേരളമേ, നിന്റെ ശുശ്രൂഷയിൽ അത് തിരിച്ചു മടങ്ങി വരാൻ പോവുക. നീ വിശ്വസിക്കണം. വിശ്വാസമെല്ലാമാ. ഇന്ന് ജനം വിശ്വാസത്തിലാണെങ്കിൽ അത്ഭുതങ്ങൾ ഇന്ന് ഇവിടെ നടക്കാൻ പോവുക. ഹല്ലേലൂയ. 2026 നിന്റെ ഏറ്റവും നല്ല വർഷമായി തീരാൻ പോവുക. ഏറ്റവും അഭിഷേകപ്പെട്ട വർഷമായി തീരാൻ പോവുക. നീ വിജയം പ്രാപിക്കുന്ന വർഷമായി തീരാൻ പോവുക. നിന്റെ മുടന്നു കിടക്കുന്ന കാര്യങ്ങൾ മാറുന്ന വർഷമായി തീരാൻ പോവുക. വിശ്വാസം. ആരെങ്കിലും ഒന്ന് പറഞ്ഞ വിശ്വാസം. ഒന്ന് പുറക്കെ പറഞ്ഞ വിശ്വാസം. ബൈബിളിൽ ഒരു അന്ധനെ പറ്റി പറയുന്നുണ്ട്. അത്ഭുത ദൈവശക്തിയായി ഇപ്പൊ ഇതിനുള്ളിലുള്ളത്. ഈ പണ്ടാലിനകത്ത് അത്ഭുത ദൈവശക്തിയായി 5-ാം ദിവസം ദൈവത്തിന്റെ ശക്തിയാ ഇതിനുള്ളിൽ ഇപ്പൊ നിൽക്കുന്നത്. ഇനി ഇരിക്കാനുള്ളവർക്ക് ഇരിക്കാം കേട്ടോ. അങ്ങനെ നിങ്ങൾ നിൽക്കണമെന്നൊന്നുമില്ല. ഇന്നലെ ലൈവ് എല്ലാം കണ്ടവരെ പലരും എഴുതുമായിരുന്നു, ആൾക്കാരെല്ലാം നിൽക്കുവാന്നല്ലോ, ഇവരെന്താ ഇരിക്കാത്തത്? അതങ്ങനെ ചിലപ്പോ എല്ലാം ദൈവ സാന്നിധ്യം വന്നാൽ ചിലപ്പോ ഇരിക്കാൻ തോന്നത്തില്ല, ചിലപ്പോ നിൽക്കാൻ തുടങ്ങും, ചിലപ്പം കരയും, ചിലപ്പം കൈകൊട്ടും. ഇന്ന് നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണോ? നീ ചെയ്യാത്തതായിരിക്കും നീ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നീ പറയാത്തതായിരിക്കും നീ പറയാൻ പോകുന്നത്. പൗലോസ് പറഞ്ഞു എന്തോന്നറിയോ? If God is for me, who can be against me? ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തോ ബാക്കി എന്തോ പ്രതികൂലം ആരെന്റെ കൂടെ ഉണ്ട്? ദൈവം. ഈ വെൺമണി ക്രൂസൈഡിൽ വന്നത് പാസ്റ്റർ അരുളിനെയോ, അല്ലെ നാളെ വരുന്ന പാസ്റ്റർ സണ്ണിയോ, അത് കഴിഞ്ഞ് വരുന്ന പാസ്റ്റർ പ്രിൻസിനെയോ, അല്ലെ മുമ്പേ വന്ന പാസ്റ്റർ സുരേഷ് ബാബുവെയോ, അല്ലെങ്കിൽ KJ കുംബ്ലിയോ കാണാൻ വേണ്ടിയല്ല വന്നത്. ഹല്ലേലൂയ. വെൺമണി ക്രൂസൈഡിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാരാന്നറിയാവോ? അത് നസ്രേനായ യേശു ക്രിസ്തു. ഇന്നിവിടെ ആരേലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തി എനിക്കില്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് അതിശക്തമായിട്ട് ഹല്ലേലൂയ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. നീ അവനെ തേടി പിടിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ എല്ലാം മാറ്റിമറിക്കാനുള്ള ശക്തി യേശുവിനുണ്ട്. He has all power. ഒരു കൺപൊട്ടൻ എവിടുന്നോ അറിഞ്ഞു യേശു വരുന്നു. യേശു ഇവൻ എവിടെയോ അറിഞ്ഞു ആർ വരുന്നു? യേശു. ജീസസ് ഈസ് കമ്മിങ്. ആര് വരുന്നു? യേശു വരുന്നു. ഇന്ന് യേശു വരുന്നെന്ന് പറഞ്ഞു വന്ന ആൾക്കാര് നീ ഒന്നുമില്ല ഇതിൽ പോത്തില്ല. നീ ചിലത് ഇവിടുന്ന് പ്രാപിച്ചാ പോകുന്നത്. Your desires matter a lot. യേശു വരുന്നു. പൊട്ടൻ കണ്ണ് കാണാത്തവൻ അവിടുന്ന് അറിഞ്ഞു യേശു വരുന്നു. ഇവൻ ആരേശു എന്നറിയാം. He knows who Jesus is. ആരാ യേശു? ഓ ആരാ യേശു? ആരാ യേശു? പഴയ നിയമത്തിൽ പറയുന്നത് ഒരു ലെപ്രസി ഉള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ മിറക്കിൾസ് എല്ലാം ഭയങ്കര പവർഫുള്ളാണ്. അത് നിങ്ങൾ ആ 18 മിറക്കിൾസ് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ പഠിക്കണം. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ലെപ്രസി അറിയാമോ നിങ്ങൾക്ക്? ലെപ്രസി കുഷ്ഠരോഗി ആൾക്കാരെല്ലാം വരും. അപ്പൊ ഈ കുഷ്ഠരോഗികൾക്ക് റൂൾ എന്തുവാന്നറിയോ? 8 ഫീറ്റ് ദൂരമേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത് വരാൻ പറ്റും. അപ്പം ഇവരെന്തോ ചെയ്യണം? ഇവരിങ്ങനെ അപ്പൊ ആഹാരം പോലും കൊടുക്കണമെങ്കിൽ 8 ഫീറ്റ് ദൂരെ എന്തോ ചെയ്യണ്ടേ കൊടുക്കേണ്ടത്. ദൈവമക്കൾക്ക് മനസ്സിലായോ? ബിക്കോസ് ആരും പോയി എന്തോ ചെയ്യത്തില്ല, അടുത്ത് തുടത്തില്ല. ഇവർക്ക് പേടിയാ. ഇവര് തൊട്ടാൽ എന്തോ പറ്റും, ഇവർക്കും കുഷ്ഠം കിട്ടും. ഇന്നത്തെ ചില ദൈവമക്കളും അങ്ങനെ. ഞാൻ തൊട്ടാ ചിലപ്പോ എനിക്ക് രോഗമായി പോകുമെന്ന നിന്റെ മോളിൽ കിടക്കുന്ന ദൈവശക്തിയെ നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ നിന്റെ പ്രസംഗത്തിൽ ആ ദൈവശക്തി കാണത്തില്ല. ചുമ്മാ പറഞ്ഞിട്ട്
പോകാനല്ലാതെ ഹല്ലേലൂയ പ്രവൃത്തി കാണിക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ. 8 ഫീറ്റ് ദൂരെയാ ആൾക്കാർ നിൽക്കുന്നത്, 8 ഫീറ്റ് ദൂരം. ഒരിക്കലൊരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ, അന്ന് യേശുവിന് വേണമെങ്കിൽ ദൂരെ നിന്ന് അവരെന്തോ ചെയ്യാം, സൗഖ്യം ചെയ്യാൻ പറ്റുമോ? മരിച്ചവനെ ദൂരെ നിന്ന് വിളിച്ചാൽ അവന് പുറത്തു വരാൻ പറ്റുമെങ്കിൽ കുഷ്ഠരോഗിയെ ദൈവത്തിന് എന്തോ ചെയ്യാം, സൗഖ്യമാക്കാം ദൂരെ നിന്ന്. പക്ഷെ ദൈവമാ. ദൈവത്തിനറിയാം മനുഷ്യന്റെ സ്പർശം കിട്ടിയിട്ട് ചില വർഷങ്ങൾ ഈ കുഷ്ഠരോഗിക്കായിട്ടുണ്ട്. അപ്പം ദൈവം പറഞ്ഞു ഇവൻ ഇന്നൊരു സ്പർശം കൊടുക്കാൻ പോവുക. ദൈവം എന്തുവാ ചെയ്തെന്നറിയാവോ? കുഷ്ഠരോഗിയെ ദൂരെ നിന്നതല്ല, അവന്റെ സൗഖ്യം അടുത്ത് ചെന്നപ്പോഴല്ല നടന്നത്. 8 ഫീറ്റിന്റെ ബാരിയർ ബ്രേക്ക് ചെയ്ത് യേശു ആദ്യത്തെ കാലം മുമ്പോട്ട് ചവിട്ടിയപ്പോൾ കുഷ്ഠരോഗിക്ക് മനസ്സിലായി ഇവൻ വേറെ ആരുമല്ല, ഇവൻ ഒരു സൂപ്പർ നാച്ചുറലാ. 6 ഫീറ്റ് 5 ഫീറ്റ് 4 ഫീറ്റ് 3 2 1 ചെന്നവനെ തൊട്ടപ്പോൾ ഹല്ലേലൂയ, അവൻ പുറത്തുനിന്ന് മാത്രമല്ല സൗഖ്യം പ്രാപിച്ചേ, അവൻ അകത്തുനിന്നും സൗഖ്യം പ്രാപിച്ചു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ്, നിന്റെ ആവശ്യങ്ങളുടെ രീതി അറിഞ്ഞ് അങ്ങനെ ഇറങ്ങുന്ന ദൈവം ചിലവർക്ക് ഇന്നൊരു ബ്രദറായിട്ട് ഇറങ്ങും, ചിലവർക്ക് ഒരു അമ്മയായിട്ട് ഇറങ്ങും, ചിലവർക്ക് ഒരു പിതാവായി ഇറങ്ങും, ചിലവർക്ക് ഒരു കൂട്ടുകാരനായി ഇറങ്ങും, ചിലവർക്ക് ഒരു സൗഖ്യം പ്രാപിക്കുന്ന ദൈവമായി ഇറങ്ങും. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരിയെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായില്ല, അതുകൊണ്ടൊന്ന് പറയട്ടെ. ദൈവത്തിന്റെ പേരെന്തുവാ? ദൈവത്തിന്റെ പേര് യാഹുവേ, റൈറ്റ്? യാഹുവേ. ചില ട്രാൻസ്ലേഷനിൽ യഹോവ, റൈറ്റ്? യാഹുവേ, റൈറ്റ്? ദൈവത്തിന്റെ പേരാ. എന്തുവാ ഇതിന്റെ തർജീമ? I am who I am, that I am, right? I am, simple word എന്തുവാ? I am. I am, that's it. There meaning. There is no other meaning to it. I am. നിങ്ങൾ അത് പഠിച്ചിരിക്കണം. What does that mean? എനിക്ക് ഒത്തിരി പ്രാവശ്യം ഇത് മനസ്സിലാക്കത്തില്ലായിരുന്നു. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് മനസ്സിലാക്കാൻ പാടാ. What do you mean by I am? എന്തു I am അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. തിയോളജിക്കൽ ടേംസിൽ പറഞ്ഞാൽ മോശ ദൈവത്തോട് ചോദിച്ചു, മോശ കർത്താവേ, ദൈവമേ എനിക്ക് ഇസ്രായേലിൽ പോകണം. ആൾക്കാർ എന്നോട് ചോദിക്കും നിന്റെ പേരെന്തുവാ, നിന്റെ പേരെന്തുവാ? അപ്പൊ എനിക്ക് പേര് പറയണം. ദൈവം പറഞ്ഞു യു ആർ റെഡി? യെസ് ലോർഡ്, ഐ ആം റെഡി. എന്നാ കേട്ടോ, എന്റെ പേര് ഐ ആം. ഇത്രേ ഉള്ളൂ, ആക്ച്വലി ഇത്രേ ഉള്ളൂ കേട്ടോ. ഐ ആം ഹു ഐ ആം ഇല്ല ആക്ച്വലി. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പിന്നെ കറക്റ്റ് ചെയ്യുന്നു. ഞാൻ ഒറിജിനൽ ഹീബ്രു ടേമിൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം തർജീമയാ, മലയാളവും ഇംഗ്ലീഷും എല്ലാം തർജീമയാ. ഹല്ലേലൂയ. ഒറിജിനൽ മനസ്സിലാക്കണം. ഐ ആം, അത്രേ ഉള്ളൂ. ഇന്നത് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാകണം. എന്തോ പേര്? ഐ ആം. ഒന്ന് പറഞ്ഞേ, ഐ ആം. മനസ്സിലാക്കാം. കൺഫ്യൂസ് ആണ്, മനസ്സിലാക്കാം. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എത്ര പേർക്ക് കുഞ്ഞുങ്ങളുണ്ട്? കുഞ്ഞുങ്ങള് വണ്ടർഫുൾ, റൈറ്റ്? വലുതായി കാണും, പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, എപ്പോഴേലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞൊരു സ്കൂളിൽ ചെല്ലുമ്പോഴേ ടീച്ചർ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്തുവാ? അപ്പൊ കുഞ്ഞു പറയുക ഐ ആം. അപ്പൊ ടീച്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. മോളെ ബാക്കി പിന്നെ ഐ ആം, ബാക്കി പറ. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി ഡീപ്പാ. ദൈവം എന്തുവാ പറഞ്ഞതെന്നറിയോ മൂസയോട്? മോശെ, എന്റെ പേര് ഐ ആം. പിന്നെന്തുവാന്നറിയോ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിനെ എങ്ങനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പൂരിപ്പിക്കുക. ഐ ആം പൂരിപ്പിക്കുക. ഇത് ഹിന്ദിയിലായിരുന്നെങ്കിൽ ഇത് എന്തോ എളുപ്പമാണെന്നറിയോ പറഞ്ഞു മനസ്സിലാക്കാൻ. മലയാളത്തിലായോണ്ടാകട്ടോ. ഹിന്ദിയിലും പറഞ്ഞോ? ബഹുത് സിമ്പിൾ, ഒത്തിരി സിമ്പിൾ. ഐ ആം ഡാഷ് എന്ന് വെച്ചാൽ മോശെ, പല ദൈവങ്ങൾക്ക് ഒരു നാമത്തിനുള്ളിൽ കയറിയിരിക്കാം, എന്നെ ഒരു നാമത്തിൽ കെട്ടാൻ പറ്റും. ഒരു ഡിക്ഷണറിക്കോ ഒരു പേരിനോ ഒരു പേരിന്റെ അർത്ഥത്തിനോ എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. I am, fill in the blanks. ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ?
ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നീ യഹോവ 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 എന്ന് പറയുമ്പോൾ ആരാ യഹോവ? എന്തുവാ മോശയുടെ ദൈവം പറഞ്ഞു? മോശേ, നീ നാളെ ഇവിടുന്ന് ചെല്ലുമ്പോൾ നിന്റെ ചില ആൾക്കാർക്ക് രോഗം കാണും, അവർക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം വേണം. അന്ന് ഞാൻ ഐ ആം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റാഫ ആയി മാറും. യഹോവ റാഫ. അതിനകത്തുനിന്ന് ചില ആൾക്കാർക്ക് ശാന്തി കാണത്തില്ല, അന്ന് ഞാൻ ആയിത്തീരും ശാലോം. ചില ആൾക്കാർ യുദ്ധത്തിൽ കയറും, അന്ന് ഞാൻ റാഫയല്ല, അന്ന് ഞാൻ ഈലോയി ആയി മാറും. ചില ആൾക്കാർക്ക് ഇംപോസിബിൾ കാര്യങ്ങൾ മുമ്പിൽ കാണും, ഒന്നും നടക്കുന്നില്ല, അന്ന് ഞാൻ റാഫയല്ല, അന്ന് ഞാൻ ശാലോമല്ല, അന്ന് ഞാൻ ഇലോയി അല്ല. ഒന്നുമില്ലായ്മയിൽ പലതും ജ്വലിക്കാൻ പറ്റുന്ന എൽ ശദായി ദൈവമായി മാറും. തീർന്നില്ല. വീട്ടിൽ പട്ടിണിയും ഭാരവും കുഞ്ഞുങ്ങൾക്ക് സഹായിക്കാനില്ലാതെ നീ വീട്ടിലിരിക്കുമ്പോൾ ഹല്ലേലൂയ, നീ വിളിക്കുന്നത് റാഫയല്ല, നീ വിളിക്കുന്നത് ശാലോമിനെ അല്ല, നീ വിളിക്കുന്നത് ഇലോയി അല്ല, നീ വിളിക്കുന്നത് എൽ ശദായി അല്ല. അന്നിറങ്ങി വരുന്ന ആരാ? യഹോവ ഈരേ. യഹോവ ഈരേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ അവസ്ഥയെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ വീട്ടുകളെ അവസ്ഥയെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൈവം. പേഴ്സണലി നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൈവം. പേഴ്സണലി നിനക്ക് വേണ്ടി വിടുതൽ തരാൻ പോകുന്ന ദൈവം. അവനെല്ലാം വീട്ടിലും ഇതേ വരാൻ പറ്റും. അത്രത്തോളം ശക്തിയുള്ളവനായ യേശു. മനസ്സിലാവുന്നുണ്ട്? Are you able to understand? ഇച്ചിരിയോടും പറഞ്ഞു മനസ്സിലാക്കട്ടെ, ഇച്ചിരിയോടും പറഞ്ഞു മനസ്സിലാക്കട്ടെ, ഇച്ചിരിയോടും പറഞ്ഞു മനസ്സിലാക്കട്ടെ. കൺപൊട്ടന് മനസ്സിലായി ആര് വരുന്നുണ്ട്. ജീസസ്. യേശു മരിക്കാൻ അടുത്തിരിക്കുക. ആ കൂടെ 7 ദിവസം ബാക്കിയുണ്ട്. എത്ര ദിവസം ബാക്കിയുണ്ട്? 7. 7-ാം ദിവസത്തിലാണ് യേശു യെറിഹോവിൽ കാലുകുത്തുന്നത്. ഇതെല്ലാം പ്രൊഫറ്റിക്ക, പഴയ നിയമം പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിന് യേശു യെറിഹോ ജീസസ് entered Jericho with a prophetic mission. With a prophetic mission. കൺപൊട്ടൻ എവിടുന്നോ അറിഞ്ഞു യേശു വരുന്നുണ്ട്, യേശു വന്നിട്ടുണ്ട് എന്ന അവസ്ഥയെ മാറ്റാൻ. അതായിരുന്നു അവന്റെ അകത്ത്. അവന്റെ മനസ്സിൽ എന്തുവാ? യേശു വന്നിട്ടുണ്ട് എന്ന അവസ്ഥയെ മാറ്റാൻ. ഞാനല്ല ഒരു മീറ്റിംഗിൽ പോകുമ്പോൾ അതാ എന്റെ വിശ്വാസം. യേശു വന്നിട്ടുണ്ട് എന്ന അവസ്ഥയെ മാറ്റാൻ. ചുമ്മാതൊന്നുമല്ല വന്നത്, എനിക്കറിയാം വന്നവൻ ശക്തിയുള്ളവനാ. അവൻ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാതെ അവൻ ഇന്ന് തിരിച്ചുവിടുന്ന് മടങ്ങിപ്പോത്തില്ല. പൊട്ടന് മനസ്സിലായി. അടുത്ത് തന്നെയാ ഇവനൊരു കഥ കേട്ടത്. എന്തുവെന്നറിയോ? 4 ദിവസം മരിച്ചു കിടന്ന ലാസറസിനെ ഹല്ലേലൂയ തൊടാതെ പോലും ഹല്ലേലൂയ കല്ല് മാറ്റി പുറത്തു കൊണ്ടുവന്ന് ഇന്ന് വരെ ആർക്കും ചെയ്യാൻ പറ്റാത്തത് ഹല്ലേലൂയ നസ്രയനായ യേശു ചെയ്ത് നീ കൺപൊട്ടൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുകളെ എല്ലാം ഒന്ന് ഹല്ലേലൂയ, നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നിങ്ങളുടെ ചെവികളെ മാറ്റാനാണ് ഞാൻ ഇവിടെ വരെ വന്നേക്കുന്നത്. ഹല്ലേലൂയ. നീ എന്തുവാ കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ഹല്ലേലൂയ എന്റെ ദൈവം ഹല്ലേലൂയ ആമേൻ രോഗികളെ മാറ്റിയിട്ടുണ്ട്. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ദൈവം അത്ഭുത കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ ഹല്ലേലൂയ വിടുതൽ കൊടുത്ത ദൈവം. അതിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നീ എന്തുവാ കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനോ കേട്ടതോ കണ്ടതോ വ്യത്യാസമുള്ളതാ. ഈ കൺപൊട്ടൻ കേട്ടിരിക്കുക. ലെപ്രസി ആൾക്കാരെ ശരിയാക്കി. കൺപൊട്ടൻ എല്ലാം കേട്ടിരിക്കുക. ലെപ്പറിനെ തൊട്ടു, അവൻ അതും കേട്ടു. 12 വർഷം ഒരു സ്ത്രീക്ക് സൗഖ്യമില്ല. ഓ, ദൈവത്തിന്റെ എഫോദിന്റെ ഹല്ലേലൂയ ഏറ്റവും ലാസ്റ്റ് ഭാഗം തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിയെന്ന് ഇവൻ കേട്ടു.
ആയിരക്കണക്കിന് ആൾക്കാരായി യെരിഹോയിൽ കൂടിയിരിക്കുന്നത് യേശുവിന്റെ ഒരു സ്പർശം കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ, അവനെ ഒന്ന് കാണാൻ വേണ്ടി. ഹല്ലേലൂയ, ഇവൻ ഇവിടെ ആയിരിക്കുമ്പോൾ മറുഭാഗത്തിൽ ഒരു ട്രീയുടെ മുകളിൽ 5 ഫുട്ട് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ വേണ്ടേ ആ ട്രീന്റെ മുകളിൽ കേറുക. എന്തിനാ? അവനൊന്ന് യേശുവിനെ കാണണം. ഹല്ലേലൂയ, ഇന്ന് അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നസ്രയൻ നിന്റെ മുമ്പിൽ നിന്ന് പേര് വിളിച്ച് നിന്നെ മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ഇവൻ അവിടെ എത്തുമ്പോൾ, കൺപൊട്ടൻ അവിടെ എത്തുമ്പോൾ ഇവൻ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. ഇവനെന്തോ ചെയ്യാൻ തുടങ്ങി? നിലവിളിക്കാൻ. ദാവീദിന്റെ പുത്ര, ഞങ്ങളുടെ മുകളിൽ, എന്റെ മുകളിൽ കരുണ കാണിക്കണേ. ഹേ ദാവൂദ് के पुत्र मुझ पर दया कर. ഭയങ്കര ജനം. ഇതിനേക്കാളും എല്ലാം കൂടുതൽ ജനമാ അവിടെ. യേശുവിന്റെ മുകളിലോട്ട് ആൾക്കാർ വീഴുക, അത്രയും ജനമാ. പക്ഷെ കൺപൊട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുള്ളൂ. ദാവൂദിന്റെ പുത്ര, എന്റെ മുകളിൽ കരുണ കാണിക്കണേ. അപ്പോഴത്തേന് ചില വിശ്വാസികൾ ഉണ്ടായിരിക്കണം, ഇങ്ങനാണോ ആരാധിക്കുന്നത്? ഇങ്ങനാണോ ചെയ്യുന്നത്? അങ്ങനാണോ ചെയ്യുന്നത്? ഇങ്ങനാണോ ചെയ്യുന്നത്? കൺപൊട്ടം പറഞ്ഞു, നീ മിണ്ടാതിരിക്കടാ. നീ അറിയുന്ന കൂട്ടല്ല ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്. എന്റെ രീതി വേറെ, നിന്റെ രീതി വേറെ. മനസ്സിലായോ? എന്റെ ആരാധന വേറെ, നിന്റെ ആരാധന വേറെ. ഞാൻ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്കറിയാം നസ്രയന് എനിക്ക് എന്തുവാ ചെയ്യാൻ പറ്റുന്നത്. അവൻ വിളിച്ചു. ഇവരെത്രയും അവരെ താഴോട്ടാക്കാൻ നോക്കിയോ അത്രയും അവന്റെ നിലവിളി കൂടി. ഇതാ ആരാധന. ആര് നിന്നെ എത്രത്തോളം താഴെയാക്കാൻ നോക്കുന്നു അത്രയും നിന്റെ ആരാധന ദൈവത്തിന്റെ മുമ്പിൽ ജ്വലിക്കണം. ഹല്ലേലൂയ, അത്രയും നിന്റെ ആരാധന ദൈവത്തിന്റെ മുമ്പിൽ ജ്വലിക്കണം. ഹല്ലേലൂയ. പാസ്റ്ററെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സങ്കടപ്പെടത്തില്ലല്ലോ അല്ലേ? ഞാൻ ഇവിടെ കേരളത്തിൽ വരുമ്പോൾ പാസ്റ്ററെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞെന്നറിയോ? ഇവിടുത്തെ ആൾക്കാരൊന്നും നിൽക്കത് പോലും ഇല്ല, ഒരു കൈ പോലും കൊട്ടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇത് എന്നെ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടത്. ഈ ടെൻഷൻ എല്ലാം തലമണ്ടയിൽ ഇങ്ങനെ വെച്ചാ ഞാൻ വരുന്നത്. ആൾക്കാർ കൈ കൊട്ടത്തില്ല, ഒന്ന് അനങ്ങത്ത് പോലും ഇല്ല. നല്ലൊരു പ്രസംഗം പറഞ്ഞിട്ട് തിരിച്ചു പോകണം. ഞാൻ അതുകൊണ്ട് ഭയങ്കര എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത്. ഭയങ്കരമായിട്ട്. ഒന്നാമത് സൈമൺ പാസ്റ്ററും വിളിച്ച ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇവർ രണ്ടുപേർക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇതെല്ലാം മൈൻഡിൽ ഇങ്ങനെ വെച്ചാ വരുന്നത്. സത്യം, നിങ്ങളെ പറ്റി ഇതാ സംസാരമുള്ള തെറ്റിക്ക് ധരിക്കല്ലോ കേട്ടോ. ഇതാ ഇപ്പം കേരളത്തെ പറ്റി നോർത്ത് ഇന്ത്യയിൽ പറയുന്നത്. ഇതൊന്നും ഒന്നും നടക്കത്തില്ല. ഞാൻ ഇനി ഇവിടുന്ന് തിരിച്ചു മടങ്ങി വരാൻ പോകും. അതുകൊണ്ട് ആ സിജു കണ്ടോ, ഹാൻസം ആയിട്ടൊരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് 2.5 മണിക്കൂർ കഴിഞ്ഞ തീർന്നു. ചലനമേ വേറെയായിരുന്നു. ആർക്കും പുറത്തു പോകണില്ല. ഞാനൊരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് 1:30 തൊട്ട് 2:30 ആക്കി. എന്നിട്ടും ആൾക്കാർക്ക് തിരിച്ചു പോകണ്ട. ഹല്ലേലൂയ. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് സിജു എൻ്റെ അടുത്ത് വന്ന ഒരു ഉമ്മയാണ്. ആരെയും എല്ലാവർക്കും അവൻ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയാണ്. ഞാൻ പറഞ്ഞു, സിജു എന്തുവാ പറ്റിയത്? എന്തിനാ ഉമ്മ തന്നെ? നമ്മൾ കേട്ടത് വേറെ എന്തുവാ, പക്ഷെ ഇവിടെ നടക്കുന്നത് വേറെ എന്തുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ. ഹല്ലേലൂയ. കേരളം മാറണം. ഹല്ലേലൂയ. കേരളം മാറാൻ പോവുക. കേരളത്തിന്റെ കൺവെൻഷനുകൾ മാറാൻ പോവുക. കേരളത്തിന്റെ ആരാധനകൾ മാറാൻ പോവുക. അതിന്റെ ലിമിറ്റുകൾ പൊട്ടാൻ പോവുക. അതിനുവേണ്ടി പറഞ്ഞ പിശാചിന്റെ ശബ്ദങ്ങൾ മാറാൻ പോവുക. ഇത് എന്നോട് ചോദിച്ച ഒരാൾ അവിടെ പറയുവാന്നെ ഞാൻ പറയും, നീ വെൺമണി തന്നെ വരണം. ബാക്കിയുള്ളവരെ പറ്റി എനിക്കറിയത്തില്ല, പക്ഷെ നീ വെൺമണി തന്നെ വരണം. ഹല്ലേലൂയ. ബിക്കോസ് ഇവിടെ ജ്വലിക്കുന്ന ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. ആരാധിക്കാൻ ദാഹമോടെ ചിലവർ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന ചിലവർ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞ സാന്നിധ്യം നിന്റെ കൂടെ വിടുക. അവനങ്ങ് നിലവിളിക്കൂ, ദാവീദിന്റെ പുത്ര, 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 ദാവീദിന്റെ പുത്ര. ഇനി എത്ര പിശാച് നിന്റെ സൗണ്ടിനെ നിർത്താൻ നോക്കിയാലും,
ഒരിക്കൽ അത് യേശു കേട്ടിരിക്കും. ബൈബിൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഇവൻ ചെലച്ച് നിലവിളിച്ച് എല്ലാരും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ചെലച്ചപ്പോൾ ബൈബിൾ പറയുന്നത് എന്തുവാണെന്നറിയോ? യേശു അവനെ കേട്ടു. കേട്ടിട്ട് ദൈവം എന്തുവാ ചെയ്തെന്നറിയാവോ? ഒന്ന് മടങ്ങി ഒന്ന് നോക്കി എവിടുന്നാ ഈ സൗണ്ട് വരുന്നത്. ഹല്ലേലൂയ. ദൈവ മക്കളെ, ഇന്ന് ഈ ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ആരേലും ഇന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, സത്യ യേശുവിനെ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് തുറന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആദ്യം കേൾക്കാൻ പോകുന്നതിന്റെ സൗണ്ട്, ആദ്യം കേൾക്കാൻ പോകുന്നതിന്റെ സൗണ്ട്. അവൻ റെഡി ആയിട്ട് വന്നിരിക്കുക. നിന്റെ നിലവിളിയെ കേൾക്കാൻ, നിന്റെ ആരാധന കേൾക്കാൻ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ, നിന്റെ ശബ്ദത്തെ കേൾക്കാൻ. ഞങ്ങൾ എപ്പോഴും ചർച്ചിൽ പാടുന്ന ഒരു പാട്ട്, യേശുവായ छुटकारा देने को जीवित है अभी, यीशु छूने मुझको वो आया है अभी, चंगाई देने को यीशु यीशु आया है, छुटकारा देने को जीवित है अभी, यीशु वो छूने मुझको वो आया है अभी, चंगाई देने को യേശു യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നു യേശുവേ, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നോൻ യേശുവേ. മനസ്സിലായോ? യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ആരെങ്കിലും വന്ന് നടക്കത്തില്ല. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഞങ്ങള് അതിനകത്ത് ഒരു 2 ലൈനോടും കൂട്ടിയെന്നേ ഉള്ളൂ. छूने मुझको वो आया है अभी, चंगाई देने को യേശു. അല്ല അർത്ഥം എന്താണെന്നറിയോ? എന്നെ തൊടാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ട്, എന്റെ രോഗം മാറ്റാൻ അവൻ വന്നിട്ടുണ്ടല്ലോ. എന്നെ തൊടാൻ വേണ്ടി യേശു വന്നിട്ടുണ്ട്, എന്റെ സൗഖ്യം തരാൻ അവൻ വന്നിട്ടുണ്ടല്ലോ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഇതായിരിക്കും അപ്പം ദേവദാസന്മാരെ, ഇതായിരിക്കും അവന്റെ മനസ്സിൽ. യേശു ഇങ്ങനെ തിരിഞ്ഞ് ചോദിച്ചെന്തോ, ആരാ എന്നെ വിളിച്ചത്? ആരാ എന്നെ വിളിച്ചത്? ആരാ എന്നെ വിളിച്ചത്? ദൈവമക്കളെ, ഇന്ന് ദൈവം നിന്നോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ വിളിച്ചത്? നിന്റെ അകത്തളത്തിൽ ഇറങ്ങുന്ന ആരാധനയെ കേട്ടിട്ട് ദൈവം ചില സഹോദരിമാരോടും ചില സഹോദരന്മാരോടും ഇന്ന് ചോദിക്കുന്നത്, ആരാ എന്നെ വിളിച്ചത്? അവനൊന്ന് ചോദിച്ചിട്ട്, എന്റെ ദൈവം ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിടുതൽ തരാതെ ഇന്ന് ഇവിടുന്ന് പോകത്തില്ല.
കൺപൊട്ടൻ. ദൈവം ചെന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ, അവനൊരു ബെഗറാ. ബെഗർ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? ഭിക്ഷക്കാരൻ. ഭിക്ഷക്കാരൻ. എല്ലാ ദിവസവും ഇവന്റെ പണി എന്തോന്നറിയോ? ഭിക്ഷ ചോദിക്കുക. ഇതാണ് ആര് വന്നാലും. ഈ യെരിഹോവിന്റെ അടുത്ത് തന്നെയാ 72 സെൻഹഡ്രിനിൽ വർക്ക് ചെയ്യുന്ന കൈഫായും മന്നാസും നിക്കോഡിമസും ചേർന്ന് 72 അന്നത്തെ മന്ദിരത്തിന്റെ മുകളിൽ അധികാരം പ്രാപിച്ച് 7 ദിവസം കഴിഞ്ഞ് പെസഹ വരുമെന്ന് അറിഞ്ഞ് ഇവരെല്ലാം അവിടുന്ന് വരുന്നത്. പക്ഷെ അവരോട് ഇവൻ എന്തുവാ ചോദിക്കുന്നതെന്നറിയോ? ഭിക്ഷ. അവർക്കറിയാം, കൺപൊട്ടൻ അറിയാം, ഇവർക്ക് ഭിക്ഷ തരാൻ വരുന്നു. പക്ഷെ ആത്മാവുള്ളവൻ സാന്നിധ്യമുള്ളവൻ കാലുകുത്തിയപ്പോൾ ഭിക്ഷയല്ല അവൻ ചോദിച്ചത്, പുത്രത്തിന്റെ അവകാശമാവൻ ചോദിച്ചത്. പുത്രത്തിന്റെ അവകാശമാവൻ ചോദിച്ചത്. ഇന്ന് ഭിക്ഷ ചോദിക്കാനല്ല വെൺമണിയിൽ സഭ കൂടിയിരിക്കുന്നത്. ഇന്ന് ഭിക്ഷയല്ല, പുത്രത്തിന്റെ അവകാശം. അവകാശം ചോദിക്കണം. നിനക്കുള്ള അവകാശമാ ചോദിക്കേണ്ടത്. ദൈവം ഒന്ന് അവനോട് ചോദിച്ചു, എന്തുവാ ഞാൻ ചെയ്യേണ്ടത്? ഇതിനെല്ലാം ഡീപ് മീനിങ് ഉണ്ട്. എന്തുവാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ബിക്കോസ് ഭിക്ഷ എനിക്കും തരാൻ പറ്റും. കുറച്ചെല്ലാം പൈസ നസ്രന്റെ കയ്യിലും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ഈ ആൾക്കാർ അത്രയും പാവപ്പെട്ടവനാന്ന് പറയുമ്പോഴും അത്രയൊന്നും ഇല്ല കേട്ടോ. ചില ആൾക്കാർ യേശുവിനെ അങ്ങ് പോവർട്ടിയുടെ കൂട്ടങ്ങ് താഴ്ത്തി, അത്രയ്ക്കൊന്നും ഇല്ല. എൻ്റെ നസ്രന് ജീവിക്കാനുള്ളതെല്ലാം ആരോടും ചോദിക്കാതെ ജീവിക്കാനുള്ള 30 വർഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇനഫ് പ്രോസ്പെറസ് ആയിരുന്നു എൻ്റെ ദൈവം. ഹല്ലേലൂയ, ആമേൻ. ദൈവം പറഞ്ഞു, ഭിക്ഷ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. ദൈവം ഒന്ന് ചോദിച്ചു, എന്തുവാ വേണ്ടത്? എന്തുവാ വേണ്ടേ? ആദ്യത്തെ പ്രാവശ്യമാണ് കൺപൊട്ടൻ എന്തുവാ പറഞ്ഞെന്നറിയാം? എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് കാണണം. ഉദിക്കുന്ന സൂര്യനെ ഒന്ന് കാണണം, രാത്രിയിൽ വരുന്ന ചന്ദ്രമായെ ഒന്ന് കാണണം, നീ ഉണ്ടാക്കിയ സൃഷ്ടിയെ ഒന്ന് കാണണം, വെള്ളത്തെ ഒന്ന് കാണണം, നീ ക്രിയേറ്റ് ചെയ്ത മനസ്സിനുകളെ ആൾക്കാരെ ഒന്ന് കാണണം, നിന്നെ എനിക്കൊന്ന് കാണണം. എന്റെ കണ്ണുകളെ ഒന്ന് ശരിയാക്കാൻ പറ്റുമോ നസ്രനെ? ഇന്ന് രാത്രി മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് നീ ദൈവത്തോട് ചോദിക്കണ്ട, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നത് മാത്രം ദൈവം എന്ന് വന്ന് നിന്നോട് ചോദിക്കുക. നിന്റെ ചില വിഷയങ്ങൾ മനുഷ്യനോട് സാധ്യമല്ല, എന്നാൽ ദൈവത്തോട് സാധ്യമാ. ആമേൻ. ആ വിഷയങ്ങൾ ഇന്ന് ദൈവത്തിന് മുമ്പിൽ എടുത്തോ. ഹല്ലേലൂയ. നസ്രൻ വന്ന് ചോദിക്കുക, എന്തുവാ ഞാൻ ചെയ്യണ്ടേ? എന്തുവാ ഞാൻ ചെയ്യണ്ടേ? കണ്ണൊന്ന് കാണണം. എന്തോ ചെയ്യണം? കണ്ണൊന്ന് കാണണം. കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. കണ്ണുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല. കണ്ണുണ്ട് പക്ഷെ കാണാൻ പറ്റും. കാലുണ്ട് പക്ഷെ നടക്കാൻ പറ്റുന്നില്ല. വായുണ്ട് പക്ഷെ സംസാരം വരുന്നില്ല. ശരീരമുണ്ട് പക്ഷെ വേദനയാൽ ഇരിക്കാൻ വയ്യ. ദൈവം എന്ന് പറയുന്നത് ഞാനുണ്ട്. മനുഷ്യന് അസാധ്യമായത് ഞാൻ ഇന്ന് സാധ്യമാക്കാൻ പോവുക. ദൈവമക്കളെ, നസ്രൻ ഇവിടെ ഉണ്ട്, അവൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നോട് ചോദിക്കുന്നതൊന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എന്തോ ചെയ്യണം? ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഏറ്റവും പുറകിൽ പണ്ടിന്റെ പുറത്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? കൈ ഒന്ന് ഉയർത്തി. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ തീർക്കട്ടെ ദൈവമക്കളെ, ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നു.
ഭയങ്കര ദൈവ സാന്നിധ്യമായി പണ്ടാലിന്റെ അകത്ത്. ഹാലലൂയ. ഒരു കാറ്റ്, പരിശുദ്ധ ഒരു കാറ്റൊന്ന് വീശണം ഇവിടെ ഒന്ന്. ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു കാറ്റ്, ഒരു വലിയ മഹിമയെ എൻ്റെ കർത്താവേ ഇതിനുള്ളിൽ നീ കൊണ്ടുവരണം. ഹാലലൂയ. ഇന്നുവരെ കാണാത്ത ഒരു മഹിമ, ഇന്നുവരെ കാണാത്ത ഒരു കാറ്റ്, ഇന്നുവരെ കാണാത്ത ഒരു കാറ്റ്, ഇന്നുവരെ കാണാത്ത ഒരു സ്പർശം. ദൈവമക്കളെ, ദൈവം ചില മണ്ണിനെ എടുത്തു. എന്തിനാ എടുത്തത്? എന്തിനാ എടുത്തത്? ഒന്ന് മണ്ണെന്ന് പറഞ്ഞേ. മണ്ണ്, മണ്ണ്, മണ്ണ്. ദൈവം മണ്ണെടുത്തു. ദൈവം മണ്ണെടുത്തു. മണ്ണെടുത്തിട്ട് ദൈവം അതിൽ തുപ്പി. മനുഷ്യൻ വിചാരിക്കാത്തതല്ല ദൈവം ചെയ്യുന്നത്. അതായിരുന്നു അന്നത്തെ ആൾക്കാർക്കും കുഴപ്പം. അവരങ്ങ് വിമർശിക്കുക. ബിക്കോസ് അവരുടെ രീതിയിലല്ല യേശു ചെയ്തത്. നിന്റെ രീതിയല്ല, ഇത് നസറേന, അവന്റെ രീതി, അവൻ കർത്താവാ. ഹല്ലേലൂയ. നിന്നോട് ചോദിച്ചിട്ടല്ല അവൻ ചെയ്യാൻ പോകുന്നത്. അവൻ ദൈവം, അവൻ ഡിസൈഡ് ചെയ്യും എന്തുവാ ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞ ഒരുവൻ, എളുപ്പം പറഞ്ഞ ഒരുവൻ, ഒന്ന് പറഞ്ഞ ഒരുവൻ. മണ്ണെടുത്തു. എന്തോ എടുത്തു? നിങ്ങൾ എന്റെ കൂടെ ഇരിക്കണം. എന്തോ എടുത്തു? മണ്ണ്, മണ്ണ്, മണ്ണ്. എളുപ്പം പറഞ്ഞ മണ്ണ്. മണ്ണെടുത്തതിനകത്ത് കാറി തുപ്പി. തുപ്പി നല്ലോണം തുപ്പിക്കാണും. ബിക്കോസ് നല്ലോണം തുപ്പിയാലേ അതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ചേരാവും അല്ല, വെള്ളം പോലെ അതാകണം. ഞാൻ സാറിന് തൊട്ടോട്ടെ. ഈ കാലഘട്ടത്തിൽ യേശു വരാതിരുന്ന നല്ലതായി. അല്ലെങ്കിൽ നമ്മൾ യേശുവിനെ വരെ വിമർശിക്കുക. സ്തോത്രം. എല്ലാരും അവിടെ നിന്ന് കാണുക. ചിലവരാതെ നോട്ട്സ് എടുക്കുക. ഇവനെ എങ്ങനെ നമുക്ക് കുരിക്കാം. ചിലവരവിടെ ഇരിക്കുക. മാസ്റ്ററെ കുറ്റം കണ്ടുപിടിക്കാം. പരീക്ഷന്മാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. നീ അവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇവിടെ അത്ഭുതം ചെയ്ത് കാണിക്കാം. ചിലവർ നിന്റെ സഭയെ കുറ്റം പറയും, അവരുടെ കോളിംഗ് അതാ. ചിലവർ നിന്റെ കുടുംബത്തെ കുറ്റം പറയും, അത് അവരുടെ കോളിംഗ്. നീ വളർന്നുകൊണ്ടിരിക്കും സഭേ, നീ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ തുപ്പുമ്പഴേ തുപ്പുമ്പം കൺപൊട്ടന് കേക്കാം. ബിക്കോസ് സെൻസസ് കൂടും. നമുക്ക് ഒരു സെൻസ് ഇല്ലെങ്കിൽ മറ്റേ സെൻസ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കൂടും. തുപ്പിടി, ഞാൻ തുപ്പിയില്ല, ഒരു എക്സാമ്പിൾ മാത്രം. ഇവൻ ഇതെല്ലാം കഴിക്കുന്നുണ്ട്. നല്ലോലെ ഇതിനെ അങ്ങ് ചെയ്ത് ചേറാക്കി ഇതിന്റെ കണ്ണില് ദൈവം എന്ത് ചെയ്യുക? എന്തോ ചെയ്തു? ഇന്ന് രാത്രികാലം നിന്റെ കണ്ണിനെ, നിന്റെ കണ്ണീന്ന് വന്ന കണ്ണുനീരിനെ ദൈവം ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റട്ടെ, ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റട്ടെ. ചില കണ്ണുനീരിനെ ദൈവം ഇങ്ങനെ തന്നെ അങ്ങ് മാറ്റട്ടെ. അങ്ങളുടെ കണ്ണിനെ ദൈവം അങ്ങ് കണ്ണുനീരിനെ. ഇന്നായിരിക്കും ചില സഹോദരിമാര് പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ ഒന്ന് മാറ്റി. കുഴപ്പമില്ല, 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 ഞാനുണ്ട്, 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 ഞാനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? ഇച്ചിരിയെല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരിയല്ല. എന്നിട്ട് ഇവനോട് പറഞ്ഞു, അടുത്തുള്ള വെള്ളത്തിൽ ചെന്ന് നീ എന്ത് ചെയ്യുക? ഒന്ന് കഴിയാൽ മതി എന്ന് പറഞ്ഞു. ഇവനങ്ങ് എക്സൈറ്റ്മെന്റില്ല, ഒത്തിരി ഒന്നും പറയാനില്ല, പ്രാർത്ഥിക്കാൻ പോവാ. എന്തിനാ തുപ്പിയത്? എന്തിനാ തുപ്പിയത്? അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ ആൻസർ ഉണ്ട്. ട്രഡീഷണൽ കോണ്ടെക്സ്ച്വൽ ബുക്സിനകത്ത് ഇതിന് ആൻസർ. എന്തിനാ സാറേ തുപ്പിയത്? ഇവൻ എല്ലാ ദിവസവും ഇടുന്ന വസ്ത്രമുണ്ടല്ലോ,
ദീസ് ക്ലോത്ത്സ്. ഇത് നല്ലതല്ല, ഭയങ്കര സ്മെല്ല. ഒരേ ഏരിയയിൽ ഇരുന്ന് ഇവൻ എന്തോ ചെയ്യുക, പിന്നെയും പിന്നെയും ഇങ്ങനെ വിഷൊഴിക്കും. അപ്പൊ ഇവന്റെ അടുത്തെല്ലാം ചെല്ലാൻ പാടാ, ബിക്കോസ് ഭയങ്കര സ്മെല്ല. അപ്പൊ ഈ പരീക്ഷന്മാരായാലും ആരായാലും അടുത്തെല്ലാം ചെല്ലുമ്പോൾ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാം, പൈസ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് തുപ്പിട്ടാ പോകുന്നത്. നാറ്റമായി ഇവനെ. ആത്മാവിലുള്ളവർക്ക് ഇനിയും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ച് കാണുന്നു. പലരും തുപ്പിയിട്ട് അവന്റെ മുമ്പിൽ നിന്ന് പോയത്. ദൈവം പറഞ്ഞു, നീ ഇത്ര കാലഘട്ടത്തിൽ കേട്ടത് തുപ്പല്ലേ, അതേ തുപ്പിനെ ഞാൻ ഉപയോഗിക്കാൻ പോവുക നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി. ദൈവമക്കളെ, ഏത് വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നു, അതേ വിഷയം നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാൻ പോവുക. യെസ്, ചിലവരിന്ന് ഏറ്റെടുക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചിലവരിന്ന് ഏറ്റെടുക്കുന്നുണ്ട്. നീ നിന്റെ കുഞ്ഞിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടോ, അവൻ തന്നെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ഏത് വിഷയമുണ്ടോ അത് തന്നെ സാറേ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹമായി മാറാൻ പോവുക. ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഏറ്റെടുക്കാൻ വേണ്ടി? ആരെങ്കിലും ഉണ്ടോ ഇവിടെ റിസീവ് ചെയ്യാൻ? ഏത് വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നു, അതേ ജോലി അനുഗ്രഹമാകും, അതേ പ്രൊഫഷൻ അനുഗ്രഹമാകും, അതേ കുടുംബം അനുഗ്രഹമായി മാറും. ഏത് വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടുന്നു, ദൈവം അതിനെ അങ്ങ് എടുക്കുക ഇന്ന് കയ്യിൽ. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞേ, ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ എഴുതി കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ചു പേരല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, തുടക്കമല്ലേ. ഒരു അടുത്ത 2 വർഷം എല്ലാം ആവുമ്പോൾ നമ്മൾ വിഷയങ്ങളുടെ കൂടെ തന്നെ വരും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നീ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അസംഭവമായിട്ടുള്ള, അസംഭവം എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ദൈവത്തിന്റെ കൈകളിൽ ഇപ്പോൾ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. പലതും എല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുണ്ട്, പക്ഷേ ഹല്ലേലൂയ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് മാത്രം എടുത്തിട്ട് പറയട്ടെ. എൻ്റെ ചർച്ചിൽ ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻസ്, സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് പലതും നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാനൊരു വീട്ടിൽ ആഹാരത്തിന് പോയപ്പോൾ ആ വീട്ടിലെ മകൻ എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ ആ അത്ഭുതങ്ങളെല്ലാം ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കണം. ഈ പ്രാവശ്യം പറ്റിയില്ല. 5 വർഷം കഴിഞ്ഞ് പിന്നെ വെൺമണി ക്രൂസൈഡിൽ വരുമ്പോൾ ഹല്ലേലൂയ ഇതിന്റെ അവസ്ഥകളെല്ലാം മാറി. ചിലപ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതിനേക്കാളും വലുതായിരിക്കും ചിലപ്പം. ദൈവം എല്ലാം തീർന്ന 23 വർഷം ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിച്ച് നടത്തിയതിനെ എല്ലാം ദൈവം ഒരു സ്ഥലത്തിൽ മാത്രം നിർത്തത്തില്ല. അതിന്റെ അതിരുകളെ എല്ലാം ദൈവം എന്തോ ചെയ്യും, ഹല്ലേലൂയ വളർത്തും. ഹല്ലേലൂയ. അന്നെല്ലാം സ്ക്രീനിൽ കാണിക്കാം. എന്നാലും നിങ്ങളോടൊന്ന് പറയട്ടെ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു സ്ത്രീ, പേര് സഹിതം പറയാം, യൂട്യൂബിലുണ്ട്. ഡിസംബർ 24, 2024 ഡിസംബർ 25 ക്രിസ്മസിന്റെ ദിവസം 2024, 25 നിങ്ങൾ പോയി ആ ടെസ്റ്റ് മണിയെ കാണുക. ലൈവാ. അപ്പൊ അത് ഗിമ്മിക്കൊന്നും പറ്റത്തില്ല, ലൈവാ, ലൈവ് ബ്രോഡ്കാസ്റ്റ്. എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. റൈറ്റ് ബ്രദർ, ലൈവ് ബ്രോഡ്കാസ്റ്റിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരു സ്ത്രീ, പേര് രജനി, യേശുവിനെ അറിഞ്ഞു, എല്ലാം വിട്ടിറങ്ങി. ആ സ്ത്രീയുടെ വിശ്വാസ കാരണം ഭർത്താവ് വിശ്വാസത്തിൽ വന്നു, മോള് വിശ്വാസത്തിൽ വന്നു. നീ വിശ്വാസത്തിലാണെങ്കിൽ കുടുംബം മൊത്തം വിശ്വാസത്തിൽ വരും. ഇന്ന് ആരെങ്കിലും തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ഒരു ദിവസം നിന്റെ അപ്പുറത്ത് നിന്റെ മകൻ, നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം, നിന്റെ സഹോദരൻ, നിന്റെ സഹോദരി, നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവർ വരെ നിന്റെ കൂടെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം സെപ്റ്റംബർ മാസത്തിൽ പുള്ളിക്കാരിക്ക് വയ്യാതായി, ബെഡിൽ നിന്നിക്കാൻ പറ്റുന്നില്ല. കോൾ ചെയ്തു, വിളിച്ചു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. വയ്യാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, പാസ്റ്റർ എണ്ണിക്കാൻ പറ്റുന്നില്ല. 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, എണ്ണിക്കാൻ പറ്റുന്നില്ല. 3ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, എണ്ണിക്കാൻ പറ്റുന്നില്ല. മൂത്രം എല്ലാം അവിടെ തന്നെയാ പോകുന്നത്. ഈവൻ വാഷ്റൂമിൽ പോകാൻ പോലും പുള്ളിക്കാരിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല. 4ാം ദിവസം സ്ട്രെച്ചറയിൽ ഡൽഹിയുടെ 2nd ലാർജസ്റ്റ് ഹോസ്പിറ്റൽ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ പുള്ളിക്കാരിയെ കൊണ്ടുപോയി. പുള്ളിക്കാരി അവിടെ അകത്ത് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ രോഗം നമ്മൾ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഷീ ഹാസ് ട്യൂബർകുലോസിസ്, സ്പൈനൽ ട്യൂബർകുലോസിസ്. എൻ്റെ ഭാര്യ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ മിസ്സസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പുള്ളിക്കാരിക്ക് സ്പൈനൽ ട്യൂബർകുലോസിസ്, മെഡിസിൻ വെച്ചത് ശരിയാവും. പുള്ളിക്കാരി പറഞ്ഞു പറ്റും, ഇറ്റ് ഈസ് ക്യൂറബിൾ ത്രൂ മെഡിസിൻ. ഓക്കെ.
പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ടെസ്റ്റ് പിന്നെ എടുത്തു, ഒരു മാറ്റമില്ല. സ്പൈൻ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സ്പൈൻ 3 ഡിഫറെന്റ് പാർട്സിൽ സ്പൈൻ എന്തോ ചെയ്ത് Osteoporosis. 3 ഭാഗത്തിൽ സ്പൈൻ എന്തോ ചെയ്തിരിക്കുക, ഒടിഞ്ഞിരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഞാൻ പിന്നെ ചോദിച്ചു, ഇത് ഇസ് ഇറ്റ് ക്യൂറബിൾ? പുള്ളിക്കാരി പറഞ്ഞു മുഷ്കില, ഡിഫിക്കൽട്ടാ, എന്നാലും ഓപ്പറേഷൻ ചെയ്തെല്ലാം റോഡ് ഇട്ടെല്ലാം അല്ലെങ്കിൽ പ്രൊസീജിയർ പോസിബിൾ അത് ട്രൈ ചെയ്യാം. പിന്നെയും പ്രാർത്ഥിച്ചു. ഒരു ടെസ്റ്റോടും ബാക്കിയുണ്ട്. ചെന്നു, ടെസ്റ്റിന് റിസൾട്ട് വന്നു. എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നു. ഡിസീസിന്റെ പേര് ഓസ്ട്രോപൊറോസിസ്. ഇത്രയൊന്നും എനിക്ക് മനസ്സിലാകില്ല. ഇവിടെ ഡോക്ടേഴ്സും നഴ്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓസ്ട്രോപൊറോസിസ് എന്തുവാ? ഓസ്ട്രോപൊറോസിസ് നടത്താം. ഈ സ്പൈനിൽ ഇരിക്കുന്ന ഈ ബോൺ ഇത് ചാരമായിക്കൊണ്ടിരിക്കുക, പൊടിഞ്ഞു. അതിന്റെ കാരണം റോഡ് ഇടാൻ പറ്റത്തില്ല, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഭാര്യ പുള്ളിക്കാരി പോയി മീറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തു, ചില മാസങ്ങളോടും ജീവിച്ചിരിക്കും, ഇതങ്ങ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക, ഇതോടങ്ങ് മരിക്കും. എനിക്കറിയാവുന്ന എല്ലാം ഡോക്ടർമാരെ ഞാൻ വിളിച്ചു. ഞാൻ സത്യം പറഞ്ഞാലും ചിലപ്പോൾ എല്ലാം നമ്മുടെ മനസ്സിന് ഭയമെല്ലാം വരും. ദൈവം പറഞ്ഞു ഭാരപ്പെടണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. മെഡിസിൻ എല്ലാം മാറ്റി വെച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞു. ഭയങ്കര വിശ്വാസിയാണ്. 3 മാസമായിട്ട് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. 3-ാം മാസമായപ്പോൾ ഡിസംബർ 24-ാം തീയതി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ രജനി ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് ചർച്ചിൽ വന്നേ പറ്റത്തുള്ളൂ, നാളെ ചർച്ചിൽ വന്നേ പറ്റത്തുള്ളൂ. പാസ്റ്റർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം, നിന്നാ പോലും ഇത് പിന്നെയും ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. പാസ്റ്റർ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ രജനിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സഹോദരി, ഭർത്താവ് പറയുന്ന കേക്ക്, നിനക്ക് വരാൻ പറ്റത്തില്ലല്ലോ, ലൈവിൽ നിനക്ക് കാണാമല്ലോ, പ്ലീസ്. പറഞ്ഞു പാസ്റ്ററെ 3 മാസമായി ഞാൻ വീട്ടിലിരിക്കുക, എനിക്ക് ചർച്ചിൽ വന്നേ പറ്റത്തുള്ളൂ. പാസ്റ്റർ എനിക്ക് ലൈവിൽ ഇരിക്കണ്ട, എനിക്ക് ചർച്ചിൽ തന്നെ വരണം. എനിക്കൊരു സ്ട്രെച്ചറെ കൊണ്ടുവരാൻ പറ്റുമെങ്കിലും പാസ്റ്റർ അറേഞ്ച് ചെയ്യും. ഞങ്ങളൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്തു, സ്ട്രെച്ചർ അറേഞ്ച് ചെയ്തു, വണ്ടി പോയി, പുള്ളിക്കാരിയെ പിക്ക് ചെയ്തു, ഒരു വീൽ ചെയർ എടുത്തു. വീൽ ചെയറിൽ ഇവിടെ മാറ്റി, ഇവിടെ കെട്ടി, കാല് കെട്ടി, 4 എടുത്ത് പുള്ളിക്കാരി കെട്ടി ഒരു സ്ട്രെച്ചറിനകത്ത് പൊക്കിക്കൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ കൊണ്ടുവന്നു. ബിക്കോസ് പുള്ളിക്കാരി തുറന്നാൽ പുള്ളിക്കാരി വീണു പോകും. നോ, ഫുള്ളി ഇംബാലൻസ് ആയി പുള്ളിക്കാരി. 4 എടുത്തും കെട്ടി കൊണ്ടുവന്നിരിക്കും. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്ന മുമ്പേ ഞാൻ പുറകെ നോക്കുമ്പോൾ ചില മാസങ്ങളും ചില വർഷങ്ങൾ മുമ്പേ യേശുവിനെ അറിഞ്ഞ ഒരു സ്ത്രീ കർത്താവെ രോഗിയായിട്ട് കിടക്കുന്നു. ഞാൻ എന്തോ പറയും, നോർത്ത് ഇന്ത്യയിൽ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് സൗഖ്യം തരാൻ പറ്റുന്ന ദൈവം, അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ദൈവമാണ് പ്രസംഗിക്കുന്ന ഞാൻ. എൻ്റെ സഭയിൽ ഒരാൾക്ക് എൻ്റെ കർത്താവ് ഈ അവസ്ഥയായി പോയല്ലോ. ഞാൻ ശക്തമായി ഇരുന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. പോടിയെത്തി കയറി 25-ാമത്തെ ദിവസം ഭയങ്കര ജനം വന്ന് തിങ്ങി നിൽക്കുക. ഞാൻ യേശു നസ്രേനായ യേശു ജനിച്ചു, അവൻ വിടുതൽ തരുന്ന ദൈവം, അവൻ മാനസാന്തരം തരുന്ന ദൈവം, അവൻ നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവം എന്നെല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാസ്റ്റിൽ ഒരു ആരാധനയുണ്ട്. പലപ്പോഴും ഈ ലാസ്റ്റ് ആരാധനയിൽ ആൾക്കാർ തിരിഞ്ഞു മടങ്ങി പോകുന്നത് പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ ദൈവം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. ഞങ്ങൾ അങ്ങോട്ട് എണ്ണിച്ചു നിന്നൊരു പാട്ടുപാടി പ്രൈസ് ദി ലോർഡ്. പാട്ടിന്റെ ഇടയ്ക്ക് ദൈവം എന്നോട് പറഞ്ഞു, സൗഖ്യമില്ലാത്തവരോട് നീ നിലവിളിച്ചു പറ ഹല്ലേലൂയ, ചെയ്യാൻ പറ്റാത്തതൊന്ന് ചെയ്യാൻ വേണ്ടി. കാണാത്തവൻ കാണട്ടെ, സ്പോണ്ടിലൈറ്റിസ് ഉള്ളവൻ ഒന്ന് ബോഡി ചെക്ക് ചെയ്യട്ടെ, ഷുഗർ ഉള്ളവൻ ചെക്ക് ചെയ്യട്ടെ, BP ഉള്ളവൻ ചെക്ക് ചെയ്യട്ടെ, തലവേദന ഉള്ളവൻ ചെക്ക് ചെയ്യട്ടെ, നടക്കാൻ പറ്റാത്തവൻ നടക്കട്ടെ. ലൈവിലുണ്ട്, ചെക്ക് ചെയ്യണം. ഡേറ്റ് സഹിതമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയത്തില്ല, ആരാധന ഇത് ഭയങ്കര ശക്തം. ഞങ്ങളുടെ ചർച്ചിന് 2 ഭാഗമാണ്. ഒരു സൈഡിൽ ഒരു ആംഗിളേ കാണത്തുള്ളൂ. ചർച്ച് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. മറ്റേ ഭാഗം കാണണമെങ്കിൽ മറ്റേ ക്യാമറയിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആരാധന നടത്തുക. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഭയങ്കര ഉച്ചലും കൂവലുവാ, ഭയങ്കര കൂവല. എന്തോ നടന്നു, ഭയങ്കര ആരാധനയാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരാധനയുണ്ട്, പക്ഷെ ഇത്രയില്ല. എളുപ്പം എൻ്റെ ഒരു ബ്രദർ ഉണ്ട് ആ ചർച്ചിലുള്ള, അവന്റെ പേര് ശിവ് കുമാർ എന്നാ. ശിവ് കുമാർ പേരില്ല അങ്ങ് പറയുക, ശിവ് കുമാർ. അവന്റെ പേര് ഞങ്ങൾ മാറ്റി ധാനിയലാക്കി. അപ്പൊ ശിവ് കുമാറിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ശിവ് കുമാർ എന്തോ പറ്റി? അവന്റെ കയ്യിനെ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ വിശ്വസിക്കത്തില്ല, എന്തോ പറ്റി? ഞാൻ പറഞ്ഞു എന്തോ? രജനി നടക്കാൻ തുടങ്ങി. രജനി നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വാട്ട്? ഒരു റെഡ് സൂട്ട്, ഒരു മെറൂൺ സൂട്ടിനകത്ത് വന്ന സ്ത്രീ 4 ഭാഗത്തിൽ കെട്ടിയിട്ടവളെ ഹല്ലേലൂയ ദൈവം അവളെ അന്ന് രാത്രി രാവിലെ 8 മണിയുടെ ആരാധനയിൽ നടത്താൻ തുടങ്ങി. ആമേൻ.
ഞാൻ ചോദിച്ചു ഹൗ ഇസ് ദിസ് പാസ്റ്റ്, എന്തുവാ നടന്നത്, എനിക്കറിയണം എന്തുവാ നടന്നേ. രജനി ഓടി വന്നു. അത് കണ്ടപ്പം തന്നെ ഞാൻ ബോധം കെട്ട് വീണില്ല എന്നുള്ളേ ഉള്ളൂ. മനസ്സിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഓ സന്തോഷം കർത്താവേ. ഞാൻ പറഞ്ഞു രജനി എന്തുവാ പറ്റി? ഭർത്താവ് അപ്പുറത്തുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു പാസ്റ്ററെ എല്ലാരോടും പറഞ്ഞില്ലേ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യണമെന്ന്. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു എന്റെ ഇതെല്ലാം എനിക്ക് നടക്കണോ. അപ്പം ഭർത്താവിനോട് പറയുക എളുപ്പം മാറ്റി ഇപ്പം തന്നെ നീ വീഴുവെന്ന്. ഞാൻ പറഞ്ഞു വീണാൽ വീണു, എനിക്കത് പ്രശ്നമല്ല, എന്നാൽ ഇന്ന് സൗഖ്യം കിട്ടിയോന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടേ പോത്തുള്ളെന്ന് പറഞ്ഞു. സൗഖ്യം കിട്ടിയെന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോത്തുള്ളു. അവള് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഭർത്താവ് പറഞ്ഞു സമ്മതിക്കത്തില്ല. അപ്പോഴത്തേന് ഈ ശിവകുമാർ ചെന്നു. എന്തോ പറ്റിയെന്ന് ചോദിച്ചു. സഹോദരി പറഞ്ഞു എന്റെ ബെൽറ്റ് പൊട്ടിക്കാൻ തുടങ്ങി. പുള്ളിക്കാരി ഇറക്കാൻ തുടങ്ങി. ഇലാസ്റ്റിക്കിന്റെ ബെൽറ്റാണ്, വലിക്കാൻ തുടങ്ങി. ശിവകുമാർ പറഞ്ഞു ഭാരപ്പെടേണ്ട ബ്രദർ, നമുക്കൊന്ന് മാറ്റാം, വീണാലും നമുക്ക് പിടിക്കാവല്ലോ. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് നടന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാലിന്റെ ഇളകി തൊടയുടെ എടുത്ത് വയറ്റിന്റെ മാറ്റി ചെസ്റ്റിന്റെ മാറ്റിയിട്ട് പുള്ളിക്കാരി രണ്ട് കൈയും ആ സ്ട്രെച്ചറിൽ വെച്ച് അല്ലെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ആദ്യത്തെ കാല് വെച്ചപ്പോൾ എവിടെയോ എന്റെ സ്പൈനിനകത്തൊരു ശക്തി വന്ന കൂട്ട്. ഹല്ലേലൂയ. 3 മാസം കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം നിന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ രോഗത്തെ എന്റെ ദൈവം സൗഖ്യമാക്കി. അവൾ തുള്ളിച്ചാടാൻ തുടങ്ങി, അവൾ ആരാധിക്കാൻ തുടങ്ങി. ഇത് നടന്നിട്ട് ഹല്ലേലൂയ 2 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്നും അവൾക്ക് ആ രോഗം മാറി. ഡോക്ടേഴ്സിന് അറിയത്തില്ല ഓസ്റ്റിയോപൊറോസിസ് എവിടെ പോയി, ഈ സ്പൈൻ എങ്ങനെയാ നേരെയായത്, 3 ഒടിച്ചത് എങ്ങനെയാ നേരെയായത്. ആരാ ചെയ്തത്? നസ്രേനായ യേശു. ഇന്ന് രാത്രി അതേ ദൈവം നിങ്ങളുടെ വിഷയത്തെ അതേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. യങ് ആൾക്കാരെ, മാരിഡ് ആൾക്കാരെ, കുഞ്ഞുകുട്ടികളെ, ഹല്ലേലൂയ, അങ്കിൾമാരെ, ആന്റിമാരെ, അമ്മച്ചിമാരെ, നിനക്ക് ഒരു രോഗത്തിന് സൗഖ്യം, നിനക്കൊരു ശക്തിയുടെ പുതിയ അഭിഷേകം. ഹല്ലേലൂയ. നിന്നെ തൊടാനും നിന്റെ വിഷയത്തിന്റെ മുകളിൽ മറുപടി തരാനും ഇന്ന് നസ്രേൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിശ്വാസമുള്ളവരെ മാത്രം ഹല്ലേലൂയ ഒന്ന് എണ്ണിച്ച് നിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി, അങ്ങനെ വിശ്വാസമുള്ളവരെ മാത്രം. നിങ്ങൾ എവിടാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എവിടാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എവിടാ പ്രാർത്ഥിക്കുന്നത്? ദൈവം എവിടാ കേൾക്കുന്നത്? എവിടാ പ്രവർത്തിക്കാൻ പോകുന്നത്? എവിടെയോ ഇന്ന് ദൈവം പ്രവർത്തിക്കാൻ പോവാ. ദൈവമക്കൾ എവിടെയോ ദൈവത്തിന്റെ ഒരു ചലനം ഉണ്ടാകും. എവിടെയോ ദൈവം ശക്തമായി ഇറങ്ങും. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. പ്രതികൂലമാരുണ്ട്, ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് മാറ്റാൻ പോവുക. ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് വെട്ടാൻ പോവുക. ആ പ്രതികൂല ശക്തികളെ ദൈവം ഇന്ന് കളയാൻ പോവുക. ഇന്നത്തെ രാവിലെ, ഇന്ന് ഈ രാത്രി കാലം 5-ാം ദിവസം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. വിശ്വസിക്കണം ദൈവമക്കളെ, വിശ്വസിക്കണം, വിശ്വസിക്കണം. ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കത്തുള്ളൂ, അത് മതി എന്റെ നസ്രേൻ ഒരു വലിയ കാര്യം ചെയ്യാൻ. നിലവിളിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ എന്ന് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കൈവിട്ടിട്ട് ദൈവം ഇന്ന് ഇവിടുന്ന് പോത്തില്ല. അതിനുള്ളിൽ ദൈവം പ്രവർത്തിക്കും, അതിനുള്ളിൽ ദൈവം സൗഖ്യം തരും, അതിനുള്ളിൽ ദൈവം മനസ്സിൽ പ്രവർത്തിക്കും, അതിനുള്ളിൽ യേശുവിന്റെ പേരിനെ നീ അറിഞ്ഞിരിക്കും. Come on, come on, come on, come on, come on. ആത്മാവിന്റെ വിഷയം. ദൈവമേ, നിന്റെ സാന്നിധ്യം ഈ പണ്ടാൽ ഒരിക്കലും ഒരു കാറ്റിനെ ഒന്ന് ഐക്യന്റെ കർത്താവേ,
ഒരു കാറ്റിനെ ഒന്ന് ആരെങ്കിലും ഒന്ന് തൊട്ട praise the Lord. ഇന്നത്തെ രാത്രിയിൽ praise the Lord, ദൈവശക്തി ഇവിടെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമായെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മുകളിൽ നസ്രയനിൽ ഇറങ്ങാൻ വേണ്ടി പോവുക. praise the Lord. നിന്നോട് പറ്റത്തില്ല എന്ന് പറയുന്നത് ദൈവം ഇന്ന് ചെയ്യാൻ പോവുക. നിന്നോട് നടക്കത്തില്ല എന്ന് പറയുന്നത് ദൈവം ഇന്ന് ചെയ്യാൻ പോവുക. വിശ്വാസത്തോടെ ആർക്ക് ഹല്ലേലൂയ സൗഖ്യം വേണോ അവൻ ഇറങ്ങണം. ദൈവമൊരു സൗഖ്യം, ദൈവമൊരു സൗഖ്യം, ദൈവമൊരു വിടുതൽ, ദൈവമൊരു ഉത്തരം, ദൈവമൊരു ശക്തി നിന്റെ ശരീരത്തിന്റെ മണ്ഡലത്തിൽ ദൈവം തരാൻ പോവുക. ആരെല്ലാം ഇവിടെ ഇന്ന് രോഗികളുണ്ടോ, ഏത് കാര്യത്തിൽ നിനക്ക് രോഗമുണ്ടോ, നീ വിശ്വാസത്തോട് അവിടോട്ട് കൈ ഒന്ന് വെച്ചേ, നീ ഒന്ന് കൈവച്ചേ, നീ ഒന്ന് കൈവച്ചേ, ആ രോഗത്തിന്റെ ഭാഗത്തിൽ ഒന്ന് കൈവച്ചേ. വക്ക 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 വക്ക. Yes. രോഗത്തിന്റെ ശക്തികളെ ദൈവം കൊണ്ടുവന്നു. Come on, come on, come on, come on, come on, come on. വിട്ടുകൊടുക്കൽ ഇന്നത്തെ ദിവസം നിന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. ഇവിടെല്ലാം രോഗമുണ്ടോ, ആ രോഗത്തിന്റെ ശക്തികൾ മാറട്ടെ. Yes. ഇന്ന് നടന്നേയുള്ള ബാക്കി കാര്യം, ഇന്ന് ശക്തി പ്രാപിച്ചേയുള്ള ബാക്കി കാര്യം. Yes. ഈ പാടുന്ന പാട്ടിന്റെ ശക്തി ഇറങ്ങണം. ശക്തി ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ.
പിശാചിന് ഇനി അവകാശമില്ല. നിന്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശമില്ല. ദൈവം ഇന്നത്തെ രാത്രിയിൽ നിന്നെ തൊട്ടിട്ടുണ്ട്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് തൊട്ട് നടത്താൻ പോവുക. നിങ്ങൾക്ക് ചമ്പിയാൻ പറ്റുമോ അറിയത്തില്ല. Lion of Judah, Akune Jamba, Yeshua, Amashiach, Lion of Judah, Akune Jamba, വിശ്വാസത്തോടെ നിങ്ങൾ ഇവിടെ വന്നത് 3 മാസം കഴിഞ്ഞ ഇന്ന് എണ്ണിക്കുന്നത് പോലും ഒന്ന് സൗണ്ട് തരാൻ പറ്റുമോ സാറേ? ദൈവം എന്നോട് സംസാരിച്ച് കഴിഞ്ഞ രാത്രിയില് നിന്നെ ഞാൻ ഇന്ന് എഴുന്നേൽപ്പിക്കും. സംസാരിക്കത്തില്ലായിരുന്നു. കണ്ണടച്ച് ചില മാസങ്ങൾ കിടന്നു. ആഹാരം ഇപ്പോഴും ശരിക്കും ആഹാരം ഇറക്കത്തില്ല, കഴിക്കത്തില്ല. എങ്കിലും ദൈവം എന്നെ ഇത്രത്തോളം എനിക്ക് ഒന്നും പറയുന്നില്ല. എൻ്റെ അപ്പന് നന്ദിയല്ല. യേശുവാ ചെയ്തത്. ആരാ ചെയ്തത് സാറേ? ആരാ ചെയ്തത്? പറഞ്ഞ യേശു. ആരാ ചെയ്തത്? ആരാ ചെയ്തത്? ആരാ ചെയ്തത്? യേശു ചെയ്തു. ഇന്നത്തെ രാത്രിയിൽ എന്റെ യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവമക്കളെ, ഒന്നുമില്ല. നിങ്ങളുടെ കണ്ണുകളെ കണ്ടിട്ട് നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുണ്ട്. ഇതൊന്നും തുടക്കമാ. ഇത് വെറും തുടക്കമാ. Yeshua, Hamashiach, Lion of Judah,
Chumba Yeshua Lion of Judah Adonai Chumba Yeshua Mashiach Lion of Judah Yeshua Mashiach Lion of Judah Adonai Chumba Yeshua Lion of Judah, I could Chumba. Yeshua, Lion of Judah, Yeshua, Lion of Judah, സമയം തീർന്നു. തിരിച്ചു മടങ്ങി പോണമെന്ന് ദൈവമക്കളെ, ചിലവരെ എല്ലാം ദൈവം തൊട്ടിട്ടുണ്ട്. തൊട്ടിട്ടില്ലേ? ആരെങ്കിലും ഉണ്ടോ? എവിടെയോ ദൈവം തൊട്ട ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഇന്നിവിടെ ടെസ്റ്റിമണി എടുത്ത നാളെ ആകും ദൈവമക്കളെ. വന്നു 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 നടന്നു നടന്നു നടന്നു. ഭാരപ്പെടണ്ട. സ്ട്രോക്ക് വന്നവരെല്ലാം അങ്ങ് നടന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം 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 സാന്നിധ്യത്തിൽ സൗഖ്യം സൗഖ്യം. ഈ കാലാമോ യേശുവിന്റെ നാമം എന്ത് തളർച്ചയുണ്ടോ ആ ശക്തി ഈ കാലേന് മാറാൻ പോവുക. ദൈവദാസി, നീ ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട് ഹല്ലേലൂയ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിയാൽ മതി. നിന്റെ കാലിലുള്ള വേദനയെ ദൈവം മാറ്റി നിന്നെ നടപ്പിക്കത്തില്ല എന്ന് വാദിക്കുന്ന പിശാചിന്റെ ശക്തികൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ വിശ്വാസത്തോടെ ദൈവം നിനക്ക് സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ. പിടിച്ചോ എന്റെ കൈ. ശക്തി പകരട്ടെ കർത്താവ്.
ശക്തി പകരട്ടെ കർത്താവേ. ഇന്നത്തെ രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ ദാസിക്ക് വേണ്ടി ഒരു സൗഖ്യം. ഹല്ലേലൂയ. Come on sister, നമുക്കൊന്ന് നടന്നു നോക്കാം. ഇത് യേശുവിന്റെ നാമത്തിൽ ശക്തമായി എല്ലാ വേദനകൾ മാറട്ടെ, എല്ലാ രോഗങ്ങൾ മാറട്ടെ. നിന്നെ ഇനി വീഴ്ത്താൻ പറ്റത്തില്ല. അതെല്ലാം മാറ്റി ദൈവം നിന്നെ സൗഖ്യം തരട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, 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 പൂർണ്ണ സൗഖ്യം. ഇനി ഒന്ന് തന്നെ നടന്നു വന്നേ. Yeshua, Hamashiach, He's working. Lion of Judah, I connect your birth. പിശാചേ, നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല. Yeshua, Hamashiach, Lion of Judah, I connect your birth. നിങ്ങളുടെ കൈകളെ ഒന്ന് പൊക്കാൻ വെച്ചു. Yeshua, Hamashiach, Lion of Judah, I connect your birth. നാളെ ഇവിടെ എന്തുവാ നടക്കാൻ പോകുന്നത് വലിയ ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലേ? ഞാനല്ല സൗഖ്യം തന്നത്, യേശു. യേശുവിന് എവിടെ നിങ്ങൾ ഓണർ ചെയ്യുന്നു അവിടെ ദൈവം സൗഖ്യം തന്നിരിക്കും. എവിടെ? അതെല്ലാം ദൈവമാ ചെയ്യുന്നത്, ദൈവമാ, ഞാനല്ല. അല്ലെങ്കിൽ എല്ലാരും പറയും പാസ്റ്റർ ആരുള്ള തന്നെ, ഞാനല്ല. കൈ പിടിച്ചു പറയുക, ഞാനല്ല. തന്നത് ദൈവം മാത്രം, തൊട്ടത് ദൈവം മാത്രം, അത്ഭുതം ചെയ്ത ദൈവം മാത്രം. ആരോ എല്ലാം പറയുന്നുണ്ടായിരുന്നു ഇന്ന് അങ്ങനൊന്നും നടക്കാറില്ല എന്ന്. ഇതൊന്ന് അയച്ചു കൊടുത്തേക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് അയച്ചു കൊടുത്തേക്കണം. നസ്രൻ ഇന്നും ജീവിച്ചവൻ. അമ്മച്ചി, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓടിച്ചാടി നടക്കണം നമ്മൾ. ഹല്ലേലൂയ. നീ തൊടുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കണം. വെൺമണിയിൽ ഇനി ഇതിനേക്കാളും വലിയ സംഭവങ്ങൾ നടക്കണം. കേരളത്തിൽ സാറേ ഇതിനേക്കാളും വലുത് നടക്കണം. ഹല്ലേലൂയ. രോഗത്തിന്റെ ശക്തികൾ മാറണം. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. കൈകളെ ഉയർത്തി ഒന്ന് വിശ്വസിക്കുക. അവസാന പ്രാർത്ഥന. താങ്ക് യു സർ, താങ്ക് യു. ഒന്ന് കൈകളെ ഉയർത്തിപ്പിടിക്കാം എന്റെ കൂടെ പ്ലീസ്. സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ എല്ലാരും ഒന്ന് സൗഖ്യമാക്കണമെന്നുണ്ട്. പക്ഷെ ഞാനല്ല ചെയ്യുന്നത് കേട്ടോ, ചെയ്യുന്നത് അവനാ. അന്ന് ആ ദൈവദാസിക്കുള്ള വിശ്വാസമാണ് അവർക്ക് സൗഖ്യം കൊടുത്തത്. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെല്ലണം. നിങ്ങളുടെ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യണം. സ്പോണ്ടിലൈറ്റിസ് മാറിയിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുണ്ട്. ഹല്ലേലൂയ. BP ഷുഗറിന് മുകളിൽ ദൈവം ഒരു ശക്തിയാൽ നിനക്ക് ബലം തന്നിട്ടുണ്ട്. ഇന്ന് ചിലവർക്ക് കാണാൻ പറ്റാത്തവരെല്ലാം കാണാൻ ക്ലിയർ ആയിട്ട് പോവുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ കൈയെ ഒന്ന് എന്റെ കൈയിന്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത്, എവിടെയാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഹല്ലേലൂയ എല്ലാരും ഒന്ന് കൈ പൊക്കിക്ക് എന്റെ കൂടെ ഒന്ന് ചേർത്ത്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്റെ വിശ്വാസത്തിന്റെ മുകളിൽ നസ്രൻ ഇപ്പോൾ യേശു നിനക്ക് സൗഖ്യം തരട്ടെ, സൗഖ്യം തരട്ടെ. നിന്റെ വിഷയത്തിന് മുകളിൽ ഒരു മാറ്റം തരട്ടെ. മറുപടികളാ ഇന്നിവിടെ നടന്നത്. 4 ചുറ്റും ഒരു സ്വർഗദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില കാണാത്ത അദൃശ്യ ചില അത്ഭുതങ്ങളെ ദൈവം ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. കൈ പിടിച്ചൊന്ന് വിശ്വസിച്ച് ജോലികൾ കിട്ടിയനായും വിസ റിലീസ് ആയനായും ഹല്ലേലൂയ ശുശ്രൂഷകൾ റിലീസ് ആയനാലും ഒന്ന് കൈ പിടിച്ചൊന്ന് റിസീവ് ചെയ്തേ. മാനവും മഹത്വവും എന്റെ യേശുവിന് മാത്രം, എന്റെ യേശുവിന് മാത്രം, എന്റെ യേശുവിന് മാത്രം. സഭ ഒരുമിച്ച് പറയാമേ.
പ്രാർത്ഥനയുടെ ശക്തി. ആ ദൈവമക്കൾ അവിടുന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ആരാധിക്കുന്ന ജനം ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അസാധ്യത്തെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്ന് ഇറങ്ങി നമുക്ക് കാര്യം ചെയ്യും. താങ്ക് യു പാസ്റ്റർ ലോട്സൺ, പാസ്റ്റർ ഡോക്ടർ മഹിമ, താങ്ക് യു വർഷിപ്പ് ടീം, താങ്ക് യു സിജു, എല്ലാ ദൈവദാസന്മാർക്കും നന്ദി. എന്നെ പുറകിൽ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്കിൾ എല്ലാത്തിനും നന്ദിയുണ്ട്. എനിക്ക് എൻ്റെ മലയാളത്തിൽ ഒത്തിരി തെറ്റുകൾ തെറ്റി, ടെൻസസിലെല്ലാം എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇനിയും അടുത്ത വർഷങ്ങളിൽ എപ്പോഴേലും വരാൻ പറ്റുവാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ. എൻ്റെ ആഗ്രഹം കേരളത്തിൽ ഒരു വലിയ റിവൈവൽ ഇറങ്ങി വന്ന, അതാ എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. കാണാൻ പറ്റുന്ന ചില അത്ഭുതങ്ങൾ നടക്കുന്ന കൂട്ട ദൈവം കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ദൈവം ഞങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ മടങ്ങിപ്പോവുക. അടുത്ത 2 ദിവസങ്ങൾ ശക്തമായിട്ടുള്ള ദൈവ സാന്നിധ്യം, വരുന്ന ദൈവദാസന്മാർ ഇവിടെ വരുന്നുണ്ട്. ചില അത്ഭുതങ്ങൾ ഇനിയും നടക്കാൻ പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ, ബ്ലെസ് ചെയ്യട്ടെ. പാസ്റ്റർ സൈമൺ, താങ്ക് യു.